പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്തകം ഭാസതേ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ. യസ് സാക്ഷാത്കരണാത് ഭവേന പുനരാവൃത്തിർഭവാംഭോനിധൗ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീദക്ഷിണാമൂർത്തയേ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. നമ്മൾ ഇന്ന് ഇവിടെ ദശകം 4 ചർച്ച ചെയ്യാൻ പോകുന്നത്. നാരായണീയത്തിലെ ദശകം 4. ഇത് വളരെ ചെറിയ ശ്ലോകങ്ങളുള്ള ഒരു ദശകമാണ്, വളരെ എളുപ്പവുമാണ്. പക്ഷെ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യം കുറച്ച് ഗഹനമാണ്. പതഞ്ജലിയുടെ യോഗസൂത്രമാണ് ഇതിൽ പറയുന്നത്. ഭാഗവതത്തിലെ 2-ാം സ്കന്ധത്തിലെ 1-ഉം 2-ഉം അധ്യായം ഇവിടെ വളരെ സംക്ഷിപ്തമായി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമുക്ക് സ്തോത്ര രൂപമായോണ്ട് അത് മതിയല്ലോ. എന്നാലും സാമാന്യമായിട്ട് നമുക്ക് അത് മനസ്സിലാകും. അഷ്ടാംഗയോഗവും തൽസിദ്ധി പ്രകാരവും, ഇതാണ് അതിന്റെ ഹെഡിങ്. അഷ്ടാംഗയോഗം വളരെ പ്രസിദ്ധമാണ് പതഞ്ജലിയുടെ. ഏതൊക്കെയാണ് അഷ്ടാംഗയോഗം? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി. അങ്ങനെ 8 അംഗങ്ങളോട് കൂടിയ ഒരു വിധിയാണ് ഈ പതഞ്ജലി ഈ ഭക്തിയുടെ ഒരു പരമകാഷ്ഠയിലെത്താൻ, അതായത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഉപദേശിച്ചിരിക്കുന്നതാണ്. അവസാനം സമാധി വരെ പറഞ്ഞിരിക്കുന്നതാണ്. സമാധി എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തുമായിട്ടുള്ള ലയമാണ് സമാധി. അതുവരെ എത്താനുള്ള ഒരു മാർഗമാണ് ഈ അഷ്ടാംഗ യോഗം. അതിനെപ്പറ്റി ഓരോന്നും എടുത്തെടുത്ത് ഇതിൽ സ്തോത്ര രൂപേണ പറയുകയാണ്. അതായത് ആദ്യം നമുക്ക് ആദ്യത്തെ ആ ശ്ലോകത്തിലേക്ക് നോക്കാം. ആ ശ്ലോകം ഒന്ന് നോക്കാം. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. തവ തുഷ്ടിം ആപ്നുയാം. അങ്ങയുടെ തുഷ്ടി, ഗുരുവായൂരപ്പനോടാണല്ലോ ഭട്ടതിരി പറയുന്നത്. തവ തുഷ്ടിമാപ്നുയാം, അങ്ങയുടെ ആ തുഷ്ടി ഞാൻ പ്രാപിച്ചുകൊള്ളാം. എന്താണ് തുഷ്ടി? സന്തോഷം, ഭഗവാന്റെ ആ സന്തോഷം, ഭഗവാനിൽ ലയിക്കുന്ന അവസ്ഥ, ഭഗവാനിൽ നമ്മുടെ മനസ്സ് ലയിക്കുമ്പോൾ കിട്ടുന്നതാണ് തുഷ്ടി. അതിന് പ്രസാദം എന്ന് നമ്മൾ പറയും. പ്രസാദം, പ്രസാദേ സർവദുഃഖാനാം ഹാനി അസ്യോപജായതേ എന്ന് ഭഗവത്ഗീത പറയും. ഒരു ഭഗവത് പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളുടെയും ഹാനി ഉണ്ടാകുന്നു. അതാണ് പ്രസാദേ സർവദുഃഖാനാം ഹാനി അസ്യോപജായതേ. ആ ഒരു തുഷ്ടി എന്നിൽ ഉണ്ടാകണേ. അതിനെന്താണ് പറയുന്നത്? കല്യതാം മമ കുരുഷ്വതാവതീം. 3-ാം ദശകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭക്തി പ്രാർത്ഥനയാണല്ലോ. എൻ്റെ ഈ അസുഖമൊക്കെ ഒന്ന് മാറ്റി തന്ന് എന്നെ ആരോഗ്യവാനാക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയായിട്ട് നമ്മൾ 3-ാം ദശകത്തിൽ കണ്ടത്. ഇവിടെയും അത് തന്നെ പറയാണ്. കല്യതാം മമ കുരുഷ്വ. കല്യത എന്ന് വെച്ചാൽ ആരോഗ്യം. എനിക്ക് ആരോഗ്യത്തെ തന്നാലും മമ, അത് എനിക്ക്, ഇവിടെ മമ എനിക്ക് എന്നുള്ളതാണ്. മമ എനിക്ക് ആരോഗ്യം തന്നാലും താവതീം, അത്രത്തോളം. പൂർണ്ണമായ ആരോഗ്യം എന്തിനാന്ന് പറയാണ്. അത്രത്തോളം ആരോഗ്യം എനിക്ക് തന്നാൽ എത്രത്തോളം? കല്യതേ തവ എന്ത് പറ്റി സർ? കേൾക്കുന്നില്ല. പോയി. കേൾക്കുന്നില്ല. നെറ്റ് പോയിട്ടുണ്ടാവും അവിടെ. തീരെ കേൾക്കുന്നില്ല. നോക്കാം. ഹരേഷ സ്വാമിജി, ഒന്നും കേൾക്കുന്നില്ല. ഹരികൃഷ്ണ. ബാബു സാർ ഒന്ന്
പുറത്തിറങ്ങിയിട്ടൊന്ന് കയറാൻ പറ്റും. നോക്കാം. ബാബു സാറോടെ ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും കയറാൻ പറ്റും. എനിക്ക് തന്നാലും ഉണ്ടാക്കി തന്നാലും താവതി അത്രത്തോളം എത്രത്തോളം കല്യതേ ഭവതുപാസനം യയാന്ന് വെച്ചാൽ ഏതൊന്നാലാണോ അങ്ങയുടെ ഉപാസന എനിക്ക് നടത്താൻ കഴിയുന്നത് അത്രത്തോളം ആരോഗ്യം എനിക്ക് തന്നാലും സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ. സ്പഷ്ടം എന്ന് വെച്ചാൽ ഇവിടെ തീർച്ചയായും ഉറപ്പായും ഞാൻ ആ അഷ്ടാംഗയോഗ മാർഗത്തിൽ കൂടി പൂർണ്ണമായ അഷ്ടാംഗ മാർഗം ചെയ്തുകൊണ്ട് ഞാൻ തവ തുഷ്ടിമാപ്നുയാം, അങ്ങയുടെ ആ പ്രസാദം ഞാൻ സ്വീകരിച്ചുകൊള്ളാം, അല്ലെങ്കിൽ ആ തുഷ്ടി ഞാൻ നേടിക്കൊള്ളാം എന്നാണ് ആദ്യത്തെ ഈ ശ്ലോകം. അതായത് കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം. ഇവിടെ ഭവാന്റെ ഉപാസനം, ഗുരുവായൂരപ്പന്റെ ഉപാസനം ഏതൊന്നിനാലാണോ കല്യതേ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് സ്പഷ്ടം അഷ്ടവിധ യോഗചര്യ. ആ അഷ്ടാംഗ മാർഗമാണ് ഇനി അങ്ങോട്ട് പറയാൻ പോണത്. എന്താണ് നമ്മുടെ യമ നിയമാസന പ്രാണായാമ പ്രത്യാഹാരം എന്ന് പറഞ്ഞല്ലോ, ഇനി അത് ഓരോന്നായിട്ട് എടുത്തു പറയും. അത് ഞാൻ പൂർണ്ണമായിട്ട് അനുഷ്ഠിച്ച് അങ്ങയുടെ തുഷ്ടി ഞാൻ നേടിക്കൊള്ളാം. ഇതാണ് ഈ ശ്ലോകം. ഇത് രഥോത്ഥത എന്നൊരു വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. 11 അക്ഷരേ ഉള്ളൂ. രം നരം ല ഗുരുവും രഥോത്ഥത എന്നതിന്റെ ലക്ഷണം. 3 ഗണവും പിന്നെ ഒരു ലഘുവും ഗുരുവും കൂടെ ചേർന്ന് 11 അക്ഷരമാണ് ഈ ദശകത്തിൽ ഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ബ്രഹ്മചര്യ ദൃഢദാദിഭിർയമയീരാപ്ലവാദിയമയിശ്ച പാവിത കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാ. ബ്രഹ്മചര്യ ദൃഢദാദിഭിർയമയീർ ആപ്ലവാദി നിയമയിശ്ച പാവിത കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാ. ഇവിടെ 3 പറയാണ്. ആദ്യം യമം നിയമം ആസനം. അതായത് അഷ്ടാംഗയോഗത്തിലെ ആദ്യത്തെ 3 യമം നിയമം ആസനം. അത് ഏതൊക്കെയാണെന്ന് പറയാണ്. ബ്രഹ്മചര്യ ദൃഢദാദിഭിർയമയിർ, ബ്രഹ്മചര്യം തുടങ്ങിയ ദൃഢമായ ബ്രഹ്മചര്യം. അതായത് ഈ യമത്തിൽ വരുന്നത് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. 3 കാര്യങ്ങളാണ്. നമ്മൾ അഷ്ടാംഗയോഗത്തിലേക്ക് കൂടുതൽ വിശദീകരിച്ചു പോണ്ട. എന്നാൽ ഈ യമം എന്ന് ഉദ്ദേശിക്കുന്നത് അഹിംസ, സത്യം, അതുപോലെ തന്നെ അസ്തേയം. അസ്തേയം എന്ന് വെച്ചാൽ മോഷ്ടിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, ഇതൊക്കെയാണ് അസ്തേയം. അതുപോലെ ബ്രഹ്മചര്യം, അതിൽ ബ്രഹ്മചര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ലൗകിക വസ്തുക്കളോടൊക്കെ വിരക്തി വന്ന് അതിലൊന്നും ഇടപെടാതെ ജീവിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ബ്രഹ്മചര്യം. അത് ഈ യമത്തിന്റെ ഒരു അംഗമാണ്. അതാണ് ഇവിടെ ബ്രഹ്മചര്യ ദൃഢത, ആ ദൃഢമായ ബ്രഹ്മചര്യം മുതലായിട്ടുള്ള യമം എന്ന് പറയുന്നതാണ് ആദ്യം വരുന്നത് അഷ്ടാംഗയോഗത്തിലെ യമം. പിന്നെ ആപ്ലവാദി നിയമയിശ്ച, ആപ്ലവം അത് വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമം. യമം നിയമത്തിൽ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ഇത്രയാണ് പതഞ്ജലി പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിയമം എന്ന് പറയുമ്പോൾ ശൗചം. ആ ശൗചമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നാനം. അതായത് ബാഹ്യ ആഭ്യന്തര ശുദ്ധി, മനസ്സും ശരീരവും നല്ല വൃത്തിയാക്കി വെക്കുക. അതിനാണ് ഇവിടെ ആപ്ലവം എന്ന് വെച്ചാൽ സ്നാനം, കുളി, ശരീര ശുദ്ധിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബ്രഹ്മചര്യ ദൃഢദാദിഭിർയമയീർ ആപ്ലവാദി, ആപ്ലവം മുതലായ ഇപ്പൊ പറഞ്ഞല്ലോ, നിയമത്തിൽ ശൗചമുണ്ട്, സന്തോഷമുണ്ട്, തപസ്സുണ്ട്, സ്വാധ്യായമുണ്ട്. സ്വാധ്യായം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പഠനങ്ങൾ, വേദഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിക്കുന്നതാണ് സ്വാധ്യായം. അതുപോലെ തന്നെ
ഈശ്വര പ്രണിധാനം, ഈശ്വര പ്രണിധാനം, അതായത് ഈശ്വരനിലെല്ലാം സമർപ്പിക്കുക. ഈ രീതിയിലാണ് നിയമം പറയുന്നത്. അതായത് ഈശ്വര സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുക, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായിട്ട് മാറ്റുക. ഈ 4 ഇവിടെ നിയമമായിട്ട് പറയുന്നത്. ഇവിടെ ദശകത്തിൽ ഒരെണ്ണമേ പറയുന്നുള്ളൂ. ആപ്ലവാദി നിയമൈശ്ച പാവിത. പാവിത എന്ന് വെച്ചാൽ പരിശുദ്ധമായി, നിർമ്മലമായി. ഈ അഷ്ടാംഗത്തിലെ ഓരോ അംഗങ്ങളും പറയാണ്. യമം കഴിഞ്ഞു, നിയമം കഴിഞ്ഞു, പിന്നെ കുർമഹേ ആസനം, യമനിയമാസനം, ഇനി സുഖാസനം. സുഖാസനം പങ്കജാദ്യമപിവ. ഈ സുഖം, സ്ഥിര സുഖ ആസനം, ഇതാണ് ആസനത്തെ പറ്റി പറയുന്നത്. സ്ഥിരമായിട്ടും സുഖമായിട്ടും ഇരിക്കാനുള്ള ഒരു ആസനം. കാരണം ഇനി ധ്യാനമൊക്കെ നമുക്ക് ശീലിക്കേണ്ടതായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ആസനം നമ്മൾ ശീലിക്കണം. അത് ഭഗവത്ഗീതയിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് 6-ാം അധ്യായത്തിലെ ധ്യാനയോഗത്തിൽ അതൊക്കെ പറയുമല്ലോ. ശുചൗദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മന നാത്യുച്ഛൃതം നാതിനീച്ചോ എന്നൊക്കെ പറഞ്ഞ ആസനം സജ്ജീകരിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു സുഖമായ ആസനം. പിന്നെ അതിൻ്റെ ഒരു പോസ്ചർ ഉണ്ട്, അതാണ് പങ്കജാദ്യം. പങ്കജം, പത്മാസനം. പത്മാസനം ഒരു രീതിയിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്ന ഒരു ആസനമാണ്. അതുപോലുള്ള പങ്കജാദ്യം, പങ്കജം മുതലെന്ന് വെച്ചാൽ പത്മം. പങ്കജം എന്ന് വെച്ചാൽ താമര എന്നുള്ള ഇനത്തിലെ പത്മാസനം നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പങ്കജാദ്യം, പങ്കജം തുടങ്ങിയ പത്മാസനം തുടങ്ങിയ സുഖാസനം, ഏതെങ്കിലും സുഖമായ ആസനം, കുർമഹേ ദൃഢം, ഞാൻ ആ ആസനം ശീലിച്ചു കൊള്ളാം. അങ്ങനെ ഒരു ആസന പ്രക്രിയ ശീലിച്ചാൽ മാത്രമേ നമുക്ക് സ്ഥിരമായിട്ട് സുഖമായിട്ട് ഇരുന്ന് ഈ ധ്യാനം ചെയ്യാൻ പറ്റൂ. അന്നേരം 3 യമം, നിയമം, ആസനം. ചുരുക്കത്തിൽ നിങ്ങൾ പറയുകയാണ്. വിശദമായിട്ട് നമുക്ക് ഭാഗവത്തിൽ കുറെ കാര്യമായിട്ട് പറയുന്നുണ്ട്. 2 അധ്യായങ്ങളിൽ ഇതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. 2-ാം സ്കന്ധത്തില് ബ്രഹ്മചര്യ ദൃഢതാദിഭിർയമയീർ, ആ ദൃഢമായ ബ്രഹ്മചര്യമായ തുടങ്ങിയ യമ അംഗവും, പിന്നെ ആപ്ലവാദി നിയമയിശ്ച, ആ സ്നാനം തുടങ്ങിയ നിയമം, അത് വരുന്നത് നിയമത്തിലാണ്. പിന്നെ കുർമഹേ ദൃഢമീ സുഖാസനം, അതായത് പത്മാസനം തുടങ്ങിയ ഏതെങ്കിലും ഒരു സുഖാസനവും ഞാൻ ശീലിച്ച് ഈ അഷ്ടാംഗ യോഗത്തിൽ കൂടി പൊക്കൊള്ളാം. അതാണ് ബ്രഹ്മചര്യ ദൃഢതാദിഭിർയമയീർ ആപ്ലവാദി നിയമൈശ്ച പാവിത. പാവിത എന്ന് വെച്ചാൽ നിർമ്മലമായിട്ട്, മനസ്സൊക്കെയും ശരീരമൊക്കെ നിർമ്മലമാക്കിയിട്ട്. ആപ്ലവം സ്നാനം, കുളി, ശരീരശുദ്ധിയും മനസ്സിന്റെ ഒരു കുളിയും കൂടെ വേണം. കാരണം മനസ്സിലുള്ള രാഗദ്വേഷങ്ങളും എല്ലാം പോകാനൊക്കെയുള്ള ഒരു സ്നാനവും കൂടെ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് ആപ്ലവാദി നിയമൈശ്ച പാവിത കുർമഹേ, ഞാൻ ചെയ്തു കൊള്ളാം. ദൃഢം അമീ സുഖാസനം, ഈ സുഖമായ ഒരു ആസനത്തിൽ ഞാൻ ഇരുന്നു കൊള്ളാം എന്ന് പറയാണ്. ദൃഢം, സ്ഥിരം, സ്ഥിര സുഖം രണ്ടും വന്നല്ലോ. സ്ഥിര സുഖ ആസനം എന്നാണ് പതഞ്ജലി ആസനത്തെ പറ്റി പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ദൃഢവും സുഖവും പറഞ്ഞത്. ബ്രഹ്മചര്യ ദൃഢതാദിഭിർയമയീരാപ്ലവാദി നിയമൈശ്ച പാവിത കുർമഹേ ദൃഢമീ സുഖാസനം. അമി, അമി എന്ന് വെച്ചാൽ ഞങ്ങൾ, ഈ ഞാൻ എന്നുള്ളത്, ഈ വയം അമി, ഈ ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് അമി, ഈ എന്നുള്ള അർത്ഥത്തിൽ ഇവൻ. അമി സുഖാസനം പങ്കജാദ്യമഭിവാഭവത്പര. നമുക്കിതെല്ലാം കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ്, നമുക്ക് 10-15 മിനിറ്റ് സംശയ നിവാരണത്തിനുണ്ട്. സംശയങ്ങളൊക്കെ വരാം ഇത് പറഞ്ഞു പോകുമ്പോൾ. അപ്പോഴത്തേക്ക് അതെല്ലാം ഒന്ന് കുറിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ആ 15 മിനിറ്റിൽ അതെല്ലാം ദൂരീകരിച്ച് പോകാം. 3-ാമത്തെ ശ്ലോകം. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദതാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ, ഭവതുപാസനോന്മുഖ. താരമന്തരനുചിന്യ, താരം അന്തഃ അനുചിന്യ, സന്തതം പ്രാണവായു അഭിയമ്യ നിർമ്മല, പ്രാണവായു അഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാത് അതാ അപഹൃത്യ. പദം ഒന്ന് പിരിക്കണം, അതാ ഞാൻ എടുത്ത് പറയുന്നത്. ഇന്ദ്രിയാണി വിഷയാത് അതാ അപഹൃത്യ ആസ്മഹേ, അപഹൃത്യ ആസ്മഹേ ഭവതുപാസനോന്മുഖ. ഭവത് ഉപാസനോ ഉന്മുഖ, 3 വാക്കുകളാണ്. ഭവതുപാസനോന്മുഖ. താരമന്തരനുചിന്യ സന്തതം. താരം, താരം എന്ന് പറഞ്ഞാൽ ഓങ്കാരമാണ്. ഓങ്കാരം ബ്രഹ്മ പ്രതീകമായിട്ടാണ് പറയുന്നത്. ഓമിത്യേകാക്ഷരം ബ്രഹ്മ എന്നൊക്കെ ഗീതയും പറയുന്നതാണ്. ഓമിത്യേകാക്ഷരം ബ്രഹ്മ, ആ ഏകാക്ഷരത്തിൽ ഈ ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്ന ഒരു സിമ്പലാണ് ഈ പറഞ്ഞ ഓങ്കാരം.
അതിനെയാണ് താരം എന്ന് പറയുന്നത്. താരം അന്തരനു അന്തഹ ഉള്ളിൽ ഈ താരം ജപമാണ് ഈ പറയുന്നത്, ഓങ്കാര ജപം. അതാണ് താരമന്തര അനുചിന്യ. അനുചിന്യ വെച്ചാൽ സദാസമയവും ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട്. ഓങ്കാര ധ്യാനം വളരെ നല്ല രീതിയിലാണ്. കാരണം ബ്രഹ്മത്തെ നേരിട്ട് ധ്യാനിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഓം എന്ന് നീട്ടി ആ പതുക്കെ ആ ഉള്ളിൽ കുറച്ച് വ്യാഹരൻ ഉറക്ക ശബ്ദിച്ച് വേണമെന്നില്ല, ഉള്ളിൽ ധ്യാനിക്കുക ആ ഓങ്കാരം. താരമന്തഹ, എന്താന്ന് വെച്ചാൽ ഉള്ളിൽ മനസ്സിൽ. അനുചിന്യ സന്തതം, എല്ലായ്പ്പോഴും ആ ഓങ്കാരത്തെ ധ്യാനിച്ചുകൊണ്ട്. പ്രാണവായുമഭിയമ്യ, പ്രാണവായു, ഇവിടെ പ്രാണായാമോ ഇനി പറയാൻ പോണം. പ്രാണവായു, പ്രാണായാമം അടുത്തത് പറയുമല്ലോ. യമ നിയമ ആസന പ്രാണായാമം, നാലാമത്തതാണ് പ്രാണായാമം. പ്രാണായാമത്തെ പറ്റിയും വിശദമായിട്ടുണ്ട്. കാരണം ആദ്യം പൂരകം, കുംഭകം, രേചകം എന്നൊക്കെ പറയും. ആദ്യം നമ്മൾ ഈ ശ്വാസത്തെ നിയന്ത്രിക്കലാണ്. ആയാമം ചെയ്യാന്ന് വെച്ചാൽ നിയന്ത്രിക്കുക. പ്രാണനൊരു സ്വച്ഛന്ത ഗതിയുണ്ട്, എല്ലാവരും ശ്വസിക്കുന്നതും ഉച്ഛ്വസിക്കുന്നതും ഉണ്ടല്ലോ. അതിനൊരു മാറ്റം വരുത്തണം, അതിനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കണം. അതാണ് ഈ പ്രാണായാമ പ്രക്രിയ. അതിനാണ് ആദ്യം പൂരകം, കുംഭകം, രേചകം. അത് വളരെ നീട്ടി കൊണ്ടുപോകും. അപ്പൊ അതൊക്കെ അതിന്റെ സാവകാശം നല്ലൊരു ഗുരുപദേശത്തിൽ കൂടെ ഈ പ്രാണായാമം ചെയ്യാവുള്ളൂ, അല്ലെ? ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ പ്രശ്നത്തിലോട്ട് പോകും. അതുകൊണ്ടാണ് താരമന്തരനുചിന്യ സന്തതം പ്രാണവായു. പ്രാണവായു എന്ന് പറയുന്നത് ഈ ശ്വാസോച്ഛ്വാസം, പ്രാണൻ വായു. അഭിയമ്യ, നിയന്ത്രിച്ചിട്ട്, നല്ല രീതിയിലൊക്കെ നിയന്ത്രിച്ചിട്ട്, അതിനൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാക്കി. നിർമ്മല, ഇതെല്ലാം ചെയ്യുമ്പോൾ മനസ്സിന്റെ നൈർമല്യ ഉണ്ടാക്കുന്നതാണ് ഈ പാവിത, നിർമ്മല എന്നൊക്കെ പറയുന്നത്. മനഃശുദ്ധി ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഈ ഭക്തിയാണല്ലോ നമുക്ക് കൊണ്ടുവരേണ്ടത്. ആ ഏകാഗ്ര ഭക്തി, ഭഗവാനുള്ള ആ പ്രത്യേക ഏകദാനതയാണ് നമുക്ക് വേണ്ടത്. അത് കൊണ്ടുവരാനായിട്ട് മനസ്സിൽ മറ്റ് രാഗദ്വേഷങ്ങളെല്ലാം മാറണം. അതിനാണ് നിർമ്മല. ഇന്ദ്രിയാണി വിഷയാത് അതാ അപഹൃത്യ. ഇന്ദ്രിയങ്ങളൊക്കെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിക്കണം. അതിനാണ് പറയുന്ന പ്രത്യാഹാരം. പ്രത്യാഹാരം എന്നുള്ളത് അഞ്ചാമത്തതാണ്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാരം. പ്രത്യാഹാരം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ അതാതിന്റെ വിഷയങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ആ വിഷയങ്ങളിൽ നിന്ന് പിടിക്കണം, എടുത്തിട്ട് അത് മനസ്സിലേക്ക്, ഉള്ളിലേക്ക് തിരിക്കണം. അതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്ദ്രിയാണി വിഷയാത്, അതിന്റെ വിഷയങ്ങളിൽ നിന്ന്. ഓരോ ഇന്ദ്രിയത്തിനും വിഷയങ്ങളുണ്ടല്ലോ. കണ്ണിന് അതിൻ്റെതായ വിഷയമുണ്ട്, ചെവിക്ക് അതിൻ്റെതായ വിഷയമുണ്ട്, മൂക്കിന് അതിൻ്റെതായ വിഷയമുണ്ട്, ഇങ്ങനെ ഒരു നാക്കിന് വിഷയം. ഇങ്ങനെ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ ഈ ഇന്ദ്രിയങ്ങളെ തിരിച്ചു പിടിക്കണം. ഇതിലൊക്കെ അത് എടുത്തെടുത്ത് പറയുമല്ലോ. ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും തയോർ നവശമാകച്ചേതെന്ന് പറയും. ഓരോ ഇന്ദ്രിയത്തിനും അതാതിന്റെ വിഷയങ്ങളിൽ രാഗവും ദ്വേഷവും ഉണ്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലേക്ക് ഇങ്ങോട്ട് എടുക്കരുത്. അതുപോലെ ആ വിഷയത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ തിരിച്ച് മനസ്സിൽ ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യാഹാരം. അതിലോട്ട് പോകാതെ. അതാണ് താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ. അഭിയമ്യ എന്ന് വെച്ചാൽ നിയന്ത്രിച്ചിട്ട്, പ്രാണവായുവിനെയൊക്കെ നിയന്ത്രിച്ച് പ്രാണായാമമൊക്കെ നടത്തി നിർമ്മലമായിട്ട്. ഇന്ദ്രിയങ്ങളെല്ലാം, അഞ്ചിന്ദ്രിയം, ജ്ഞാനേന്ദ്രിയങ്ങൾ 5 ആണല്ലോ. ആ ഇന്ദ്രിയങ്ങളെയെല്ലാം വിഷയാത് അപാഹൃത്യ, വിഷയത്തിൽ നിന്ന് അപഹരിച്ചിട്ട്, അതായത് വിഷയത്തിൽ നിന്ന് മാറ്റിയിട്ട്. ആസ്മഹേ ഭവതുപാസനോന്മുഖ. ആ ഇന്ദ്രിയത്തിന്റെ വിഷയഗ്രഹണം നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ ഭഗവാനെ ചിന്തിക്കാനായിട്ട്, അതായത് ഭവ എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനെ, അങ്ങയുടെ ആ ഉപാസനത്തിൽ ഉന്മുഖനായി ഞാൻ മാറിക്കൊള്ളാം. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഭഗവത് ചിന്ത വരാത്തത്. അത്തരം വിഷയചിന്തയുടെ സ്ഥാനത്ത് ഭഗവത് ചിന്ത ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ആസ്മഹേ, അങ്ങനെ ഇരുന്നു കൊള്ളാം. ഇവിടെ ഭവത് ആസനോന്മുഖ, ഭവത് ഉപാസനോന്മുഖ, അങ്ങയുടെ ഉപാസനം ആരാധന, അങ്ങയുടെ ആരാധന ഈ ധ്യാനം മുതലായ അല്ലെങ്കിൽ അഷ്ടാംഗ ധ്യാന പ്രക്രിയയിൽ ഞാൻ ഇരുന്നു കൊള്ളാം എന്ന് പറയാണ്. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല. താരം, ഓങ്കാരം, അതിനെ സദാസമയവും സന്തതം ധ്യാനിച്ചിട്ട് അനുചിന്യ പ്രാണവായും അഭിയമ്യ നിർമ്മലമായി. ഇന്ദ്രിയങ്ങളെല്ലാം വിഷയാത് അതാ അപഹൃത്യ, വിഷയങ്ങളിൽ നിന്ന് അപഹരിച്ചിട്ട്. ആസ്മഹേ ഭവതുപാസനോന്മുഖ, അങ്ങയുടെ ആ ഉപാസനത്തിൽ താല്പര്യമുള്ളവനായി ഞാൻ വർത്തിച്ചുകൊള്ളാം. ഇതാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല. ഇന്ദ്രിയാണി വിഷയാദതാപഹൃത്യ
പ്രയത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. കഴിഞ്ഞ കുറച്ച് റിമാർക്ക് കുറച്ച് 2 പ്രാവശ്യം ചൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതൊരൊന്ന് ആവർത്തിച്ച് ചൊല്ലുന്നത്. കാരണം ചൊല്ലാൻ ഒരു പ്രാക്ടീസ് വേണമല്ലോ. അതുകൊണ്ട് ആദ്യം കേൾക്കുന്നവർക്ക്, നാരായണിയൊക്കെ സ്ഥിരം ചൊല്ലി കണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ അത്ര ആവശ്യമില്ല. എന്നാലും പുതുതായിട്ട് പഠിക്കുന്നവരുടെയും കൂടെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ക്ലാസ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ചൊല്ലുന്ന പദ ശുദ്ധിയോടുകൂടി ചൊല്ലാനും കൂടെ നമ്മൾ പഠിക്കണം. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദതാപഹൃത്യ അസ്മഹേ ഭവതുപാസനോന്മുഖ. 4ാമത്തെ ശ്ലോകം. അങ്ങനെ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സ് പോയി കഴിഞ്ഞിട്ട് ഭഗവത് ഉപാസനയ്ക്ക് ഇരിക്കുമ്പോൾ അസ്ഫുടേവ ഭുഷിതേ പ്രയത്നതോ ധാരയേമതിഷണം മുഹുർമുഹുർ തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രി ചിന്തക. അസ്ഫുടേവ ഭുഷിതേ പ്രയത്നതോ ധാരയേമതിഷണം മുഹുർമുഹുർ തേന ഭക്തിരസം അന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രി ചിന്തക. അസ്ഫുടേ വപുഷി. ആദ്യമായിട്ട് നമ്മൾ ധ്യാനത്തിലിരിക്കുന്നവർക്കൊക്കെ അതറിയാം. ഏതെങ്കിലും ഒരു ഭഗവത് രൂപം നമ്മളൊരു സാകാര രൂപത്തിലായിരിക്കുമല്ലോ ധ്യാനം ആദ്യം തുടങ്ങണത്. അങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് ഇതെല്ലാം അസ്ഫുടമായിരിക്കും, വ്യക്തമാവില്ല. നമ്മൾ ഓരോ രൂപം നോക്കി വെച്ചിട്ട് നമ്മൾ അതിനെ തന്നെ ഇങ്ങനെ ധ്യാനിക്കും. ഇപ്പം ഭട്ടതിരി തന്നെ ആദ്യം തന്നെ എഴുതി വെച്ചിട്ടില്ലേ, സൂര്യസ്പർത്തി കിരീടം ഊർധതിലക പ്രോദ്ഭാസി ഫാലാന്തരം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ധ്യാനത്തിനാ. അങ്ങനെ നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ അസ്ഫുടമായിരിക്കും. ആദ്യം കുറച്ചൊന്ന് വ്യക്തമായി വന്നാലും പൂർണ്ണമായിട്ട് നമുക്കത് തെളിയത്തില്ല നമ്മുടെ മനസ്സിൽ. അതാണ് അസ്ഫുടം. സ്ഫുടമല്ലാത്ത വപുഷ്. അങ്ങയുടെ വപുഷ് ഉണ്ടല്ലോ, തേ വപുസ്. വപുസ് എന്ന് വെച്ചാൽ ശരീരം. ആ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ തെളിയാത്ത അങ്ങയുടെ ആ വപുസ് പ്രയത്നതോ ധാരയേമ. ഇവിടെ ഇനി ധാരണ എന്നുള്ളതാണ്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ. ധാരണയാണ്. ധാരണ എന്ന് വെച്ചാൽ ഇത് ധരിക്കുക. നമ്മുടെ മനസ്സിൽ ആ രൂപത്തെ നമ്മൾ ധരിക്കണം. അതായത് വിഷയങ്ങളാണ് മനസ്സിൽ കിടക്കുന്നത്, അതിനെ നമ്മൾ പ്രത്യാഹാരം കൊണ്ട് ഒഴിവാക്കിയിട്ട് ഇനി ആ ഭഗവത് രൂപം എവിടെങ്കിലും ഉറപ്പിക്കണം. അതിനാണ് ധാരയേത്. ധാരയേമ തിഷണാം. ആ മനസ്സ് ആ ഭഗവത് രൂപ. തിഷണ എന്ന് വെച്ചാൽ ബുദ്ധിയാണ്, എങ്കിലും മനസ്സാണല്ലോ ഉറപ്പിക്കുന്നത്. നമ്മൾ ആ മനസ്സിനെ ആ ഭഗവാന്റെ രൂപത്തിൽ, അതിനാണ് ഈ സുന്ദരമായ രൂപങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. മനസ്സ് ഏതിലാണോ സൗന്ദര്യമുള്ള അതിലോട്ട് പൊക്കൊള്ളും. അതുകൊണ്ട് ഭഗവാന്റെ ഈ രൂപം സൗന്ദര്യോത്തരതോപി സുന്ദരതരമായതുകൊണ്ട് നമ്മുടെ മനസ്സ് അതിൽ ചുറ്റിപ്പറ്റി നിൽക്കും. അതാണ് പ്രയത്നതോ. കുറച്ച് പ്രയാസമാ ആ രൂപത്തെ. നമ്മളിപ്പോ അത് തുടങ്ങുമ്പോൾ നമുക്ക് ഭഗവാന്റെ പാദം തൊട്ട് തുടങ്ങാം. പാദം തൊട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട അവയവങ്ങളെല്ലാം ഇങ്ങനെ നോക്കി 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 കൊണ്ടുവന്നിട്ട് അതിനെ ഒരു സംഘാത രൂപത്തിൽ അവസാനം ഭഗവാന്റെ ആ ഒരു രൂപം ധ്യാനത്തിൽ തെളിയും. അതാണ് ഇവിടെ പറയുന്നത്. അസ്ഫുടേ വപുഷി തേ വപുഷി. അസ്ഫുടം പ്രയത്നതോ. കുറച്ച് പ്രയാസപ്പെട്ട് പണിപ്പെട്ട് ധാരയേമതിഷണം. എൻ്റെ മനസ്സിനെ ഞാനതിൽ കുറച്ച് പണിപ്പെട്ട് ഉറപ്പിച്ചു കൊള്ളാം. മുഹുർമുഹുർ. അതിന് ശ്രമം കൂടെ വീണ്ടും വീണ്ടും വരണം. കാരണം പലരും പറയും ധ്യാനിക്കായിരുന്നിട്ട് ഒന്നും പിടിയിട്ട്, കാരണം നമ്മുടെ ചിന്ത വേറെ പോവും. അതിന് വീണ്ടും വീണ്ടും ആ രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ആവാഹിച്ചുകൊണ്ട് വരണം. അതാണ് ധാരണ എന്ന് പറയുന്നത്. അസ്ഫുടേവ ഭുഷിതേ പ്രയത്നതോ ധാരയേമതിഷണം മുഹുർമുഹുർ തേന ഭക്തിരസം അന്തരാർദ്രതാം. തേന, അതുകൊണ്ട് ഇങ്ങനെ ആ വീണ്ടും വീണ്ടും ആ ഭഗവത് രൂപം മനസ്സിൽ ഉറപ്പിക്കുന്ന ധാരണ കൊണ്ട്, അതാണ് തേന. അക്കാരണത്താൽ ഭക്തിരസമാ ഉണ്ടാകുന്നതേ. ഭഗവാന്റെ രൂപം മനസ്സിലോട്ട് അങ്ങോട്ട് കയറുമ്പോൾ ആ ഭക്തിയുടെ ആ രസം നമുക്ക് വരും, അല്ലേ? ഭഗവാനിലുള്ള ആ പ്രേമമൊക്കെ കൂടി വരുമ്പോൾ ആ രസം, ഭക്തിരസം അന്തരാർദ്രതാം. അകത്തൊരു ആർദ്രത ഉണ്ടാവും, ഒരു നനവുണ്ടാവും. അത് ഭക്തി കൊണ്ടുണ്ടാകുന്ന ഒരു നനവാണ്. അത് ഈ ധ്യാനത്തിലിരിക്കുന്ന ഭക്തന്മാർക്ക് അത് മനസ്സിലാവും. മനസ്സിലുണ്ടാകുന്ന ഒരു അയവും അതെല്ലാം എനിക്ക് ഉദ്വഹേമ, ഞാൻ വഹിച്ചുകൊള്ളാം. ഉദ്വഹേമ, അത് ഞാൻ ചുമന്നുകൊള്ളാം. ഉദ്വഹിക്കുക എന്ന് വെച്ചാൽ ചുമക്കുക, വഹിക്കുക. അതായത് വിവാഹം കഴിക്കുക എന്നൊരർത്ഥമുണ്ട് ഉദ്വഹിക്കുക എന്ന് വെച്ചാൽ. അതുപോലെ തന്നെ സഹജ ഇതായിട്ട് വെച്ചുകൊണ്ടിരിക്കാം. ആ ഭഗവാനെ എൻ്റെ രൂപത്തിൽ ഒരു സഹധർമ്മിണിയെ പോലെ ഞാൻ വെച്ചുകൊണ്ടിരിക്കാം എന്നുള്ള ആ ധാരണയും കൂടെ എപ്പോഴും കൂടെ ഉള്ളതാണല്ലോ. അതാണ് ഉദ്വഹേമ ഭവദംഘ്രി ചിന്തക. ഇത് ഭട്ടതിരി ഒരു മാർഗം പറയാണ്. ആദ്യം നമ്മൾ ധ്യാനിക്കേണ്ടത് ഭവദംഘ്രി. അതാണ് അംഘ്രി എന്ന് വെച്ചാൽ പാദം. അങ്ങയുടെ ആ പാദത്തിൽ ഞാൻ ചിന്തിച്ച്
ആ മൊത്തം വപുസ് എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുവരാം. ആദ്യം അതാണ് യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം എന്നൊക്കെ നമ്മുടെ കേശാധിപത്യത്തിൽ കണ്ടല്ലോ. ആ ഭഗവാന്റെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ആ അംഗ്രി, ആ പാദത്തിൽ ഞാൻ മനസ്സുറപ്പിച്ച് അത് വഹിച്ചുകൊണ്ട് ഞാൻ ആ സ്ഫുടമായ വപുഷ് വിസ്ഫുടമാക്കി മാറ്റും, ആവർത്തിച്ചുള്ള ആ ധാരണാ പ്രക്രിയയിൽ കൂടി. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അസ്തുടേവ ഭൂഷിതേ പ്രയത്നതോ, പ്രയത്നം വേണം, അല്ല വെറുതെ ധ്യാനിക്കാനൊന്നും ആർക്കും പറ്റില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് പണിപ്പെട്ട് ധാരയേമ തിഷണാം, ആ എൻ്റെ ബുദ്ധി അല്ലെങ്കിൽ മനസ്സിനെ ആ വപുസിൽ ഞാൻ ഉറപ്പിക്കും. എന്നിട്ട് മുഹുർമുഹുർ, വീണ്ടും 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 ഈ പ്രക്രിയ നടത്തേണ്ടി വരാം. തേന, അക്കാരണം കൊണ്ട്, ആ അങ്ങനൊരു ധാരണാമാർഗത്തിൽ കൂടി ഞാൻ പോകുമ്പോൾ ഭക്തിരസം അന്തരാർദ്രതാം, നല്ല നല്ല വാക്കുകൾ. ഭക്തിരസം അന്തരാർദ്രതാം, അന്തഹ എന്ന് വെച്ചാൽ ഉള്ളിൽ ഒരു കുളിർമ വരും. ഇങ്ങനെ ആ ഭഗവത് രൂപം മാത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അനുഭവം, ഒരു സുഖാനുഭവം. അതാണ് ഭക്തിരസം അന്തരാർദ്രതാം ഉദ്വഹേമ, വഹിച്ചുകൊള്ളാം. അവതംഗ്രി ചിന്തക, ചിന്തകൻ മനസ്സ് ധ്യാനിക്കുന്നവൻ, അങ്ങയുടെ ആ പാദകമലങ്ങളെ ധ്യാനിക്കുന്നവനായിട്ട് ഞാൻ ഈ ഭക്തിരസവും അന്തരാർദ്രതയും ഉൾക്കൊണ്ടുകൊള്ളാം, അല്ലെങ്കിൽ അത് വഹിച്ചുകൊള്ളാം. അതാണ് ഈ ശ്ലോകം 4. അസ്ഫുടേവ ഭൂഷിതേ പ്രയത്നതോ ധാരയേമ തിഷണം മുഹുർമുഹുർ തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവതംഗ്രി ചിന്തക. ഭവതംഗ്രി, അങ്ങയുടെ ആ പാദം, ഗുരുവായൂരപ്പന്റെ പാദം ഉദ്വഹേമ, വഹിച്ചുകൊള്ളാം. 5 ശ്ലോകം. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുർസുചിരശീലനാവശാൽ അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരത ത്വദാശ്രയ. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുർസുചിരശീലനാവശാൽ അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരത ത്വദാശ്രയ. അങ്ങനെ ഈ ധാരണ ഇങ്ങനെ നടത്തി വരുമ്പോഴത്തേക്ക് ഇത് അശ്രമോ, നേരത്തെ പറഞ്ഞതെല്ലാം തിരിച്ച്, നേരത്തെ അസ്ഫുടമായി, ഇവിടെ വിസ്ഫുടമായി. അത് പതുക്കെ പതുക്കെ തെളിഞ്ഞ് നമുക്കതിനുള്ള പ്രയത്നമൊക്കെ കുറഞ്ഞു വരും. നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ഭഗവത് രൂപം നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തും. അതാണ് വിസ്ഫുടാവയവഭേദസുന്ദരം. ഓരോ അവയവങ്ങളും ഇങ്ങനെ തെളിഞ്ഞ് സുന്ദരമായിട്ട് വരികയാണേ. അതാണ് വിസ്ഫുടം. വിസ്ഫുടം എന്ന് വെച്ചാൽ വിശേഷണ സ്ഫുടമായി നല്ലപോലെ തെളിഞ്ഞിരിക്കുന്ന അവയവഭേദം. അങ്ങയുടെ ഓരോ അവയവങ്ങളും ധ്യാനിച്ചു, പാദങ്ങൾ തൊട്ട് മേലോട്ട് ധ്യാനിക്കുകയാണേ, ഓരോന്നും പറയുന്നില്ലേ കേശാദിപാദത്തിൽ. അതെല്ലാം ഇങ്ങനെ ധ്യാനിച്ച്, അതെല്ലാം സുന്ദരം തന്നെയാണ്. ആ അവയവഭേദങ്ങളെല്ലാം സുന്ദരമായിട്ടിരിക്കുന്ന ത്വദ്വപു, അങ്ങയുടെ ആ ശരീരം. ആ ധ്യാനത്തിന്റെ ആ ഒരു പൂർണ്ണമായി, അതായത് ധാരണ ഉറച്ചു. അതാണ് വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുർ സുചിരശീലനാവശാൽ. കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണ്. സുചിരം എന്ന് വെച്ചാൽ ഏറെക്കാലം. ധ്യാനം ശരിക്കും ശീലിക്കുന്നതിന് കുറെ സമയം വേണം. സുചിരശീലനാവശാൽ, ഏറെക്കാലം അങ്ങനെ ആ ഈ അഷ്ടാംഗമാർഗത്തിൽ കൂടി ചെയ്ത് ഞാൻ എന്ത് ചെയ്തു? അശ്രമം മനസി ചിന്തയാമഹേ, വലിയ ഒരു പ്രയാസവുമില്ലാതെ എനിക്ക് ആ ഭഗവത് രൂപം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരും. ചിന്തയാമഹേ എന്ന് വെച്ചാൽ ധ്യാനിച്ചു കൊള്ളാം. ധ്യാനവും പൂർത്തിയായി ഇവിടെ. ധാരണ കഴിഞ്ഞിട്ട് ധ്യാനം, അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ധ്യാനമാണ്. വിസ്ഫുട, ധ്യാനത്തിൽ എങ്ങനെയുള്ളതാണ്? വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുർ സുചിരശീലനാവശാൽ. സുചിരം, ചിരം, വളരെ കാലം സമയമെടുത്ത് ഞാനത് എൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരാം. സ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു സുചിരശീലനാവശാൽ അശ്രമം. അശ്രമം വെച്ചാൽ ശ്രമമില്ലാതെ, അതായത് വലിയ പ്രയത്നമൊന്നും ഇല്ലാതെ മനസ്സി, എൻ്റെ ഉള്ളിൽ മനസ്സിൽ ചിന്തയാമഹേ എന്ന് വെച്ചാൽ ധ്യാനിച്ചു കൊള്ളാം. ധ്യാനയോഗനിരത, ആ ധ്യാനയോഗനിരത, എപ്പോഴും ആ ധ്യാനയോഗത്തിൽ ഏർപ്പെടുന്നവനായി. അതാണ് ധ്യാനം.
ആ ഭഗവാന്റെ ആ അവിഛിന്നമായ രൂപം നമ്മുടെ മനസ്സിൽ വിസ്ഫുടമായി തെളിഞ്ഞു നിൽക്കും. അതായത് തൈലധാരാവതെന്നാ പറയുന്ന ഒരു എണ്ണ ഇങ്ങനെ ഒഴിക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു ബ്രേക്ക് ഇല്ലല്ലോ, അതുപോലെ ആ ഭഗവത് രൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കും. അതാണ് ധ്യാനയോഗ നിരത ത്വദാശ്രയ. അതെപ്പോഴും വേണം. ഭഗവാനെ വിട്ടിട്ടുള്ള ധ്യാനമൊന്നും പറ്റില്ല. ഭഗവത് അതിനെ ആശ്രയിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഇതിനെല്ലാം എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണം. അതാണ് ത്വദാശ്രയ. ഏത് ഭക്തിമാർഗത്തിൽ നമ്മൾ പോകുമ്പോഴും ഭഗവാനെ ആശ്രയിച്ചല്ലേ പറ്റൂ. ഭഗവാന്റെ ഒരു ആശ്രയത്തോടുകൂടി ഞാൻ ഈ ധ്യാനയോഗ നിരതനായിട്ട് അങ്ങയുടെ ആ പൂർണ്ണമായ ശരീരം എന്റെ മനസ്സിൽ തെളിയിച്ചു കൊള്ളാം. അതാണ് ധ്യാനം. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു സുചിരശീലനാവശാൽ അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരത ത്വദാശ്രയ. ധ്യാനയോഗ നിരത. നിരത എന്ന് വെച്ചാൽ വർത്തിക്കുന്നതായിട്ട്, ആ ധ്യാനയോഗത്തിൽ വർത്തിക്കുന്നവനായിട്ട്, അങ്ങയെ ആശ്രയിക്കുന്നവനായിട്ട്, ത്വദാശ്രയ, അങ്ങനെ ആശ്രയിക്കുന്നവൻ ആയ ഞാൻ എന്നുള്ളതാണ് ത്വദാശ്രയ. ഈ ധ്യാനയോഗത്തിൽ വർദ്ധിച്ചുകൊള്ളാം. അങ്ങനെ ഏതെല്ലാം കഴിഞ്ഞു? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം. ഇനി ഒന്നും കൂടെ ഉള്ളൂ. അങ്ങനെ 7 എണ്ണം വളരെ ചുരുക്കത്തിൽ പറഞ്ഞു. എങ്ങനെയാണ് ഇനി അടുത്തത്? സമാധിയിലോട്ട് പോവുക. ഇപ്പം ധ്യാനം വരെ ആയി കഴിഞ്ഞു. ഇനി അടുത്തതാണ് ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി ദേവഭാസതേ. ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപം അന്തരം ബ്രഹ്മരൂപമയി ദേവഭാസതേ. സമാധിയായി. ഞാൻ സമാധിയാണ് വർണ്ണിക്കുന്നത്. അഷ്ടാംഗയോഗത്തിലെ അവസാന ഭാഗം എന്താണ്? ധ്യായതാം സകലമൂർത്തിം ഈദൃശീം ഉന്മിഷൻ മധുരത ഹൃദാത്മന. ഉന്മിഷൻ മധുരത ഹൃദാത്മനാം സാന്ദ്രമോദരസരൂപം ആന്തരം ബ്രഹ്മരൂപമയിതേ. ബ്രഹ്മരൂപമയിതേ അവഭാസതേ. ബ്രഹ്മരൂപം ബ്രഹ്മരൂപം അവഭാസതേ. ഇതുവരെ ചെയ്തത് നമ്മുടെ ധ്യാനത്തിൽ സകളമൂർത്തിയാണ്. അതായത് ഭഗവാന്റെ ഈ പറഞ്ഞ രൂപം, ഒരു സാകാര രൂപമാണല്ലോ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അല്ലാത്തത് നമുക്ക് നേരിട്ട് കയറി ധ്യാനിക്കാൻ പ്രയാസമാണ്. ഭഗവാന്റെ ആ നിരാകാരൻ അല്ലെങ്കിൽ നിർഗുണ രൂപം മനസ്സിൽ വരുത്തില്ല. ഭഗവത്ഗീതയിലൊക്കെ അതെടുത്ത് ഭഗവാൻ ഭക്തിയോഗത്തിൽ പറയത്തില്ലേ? ക്ലേശോ അധികതരസ്തേഷാം അവിയക്താസക്തചേതസാം അവിയക്താഹി ഗതിർ ദുഃഖം ദേഹവദ്ഭിരവാപ്യതേ എന്നവിടെ പറയും. അതായത് ഈ അവിയക്തത്തിലേക്ക് നേരിട്ട് ധ്യാനത്തിൽ പോയി കഴിഞ്ഞാൽ അത് ദേഹ അഭിമാനികൾക്ക് വലിയ ക്ലേശമാണ്, അത്ര പ്രയാസകരമാണ്. അതായത് നിർഗുണ ധ്യാനം, അതിനാണ് നമ്മൾ ഈ അഷ്ടാംഗയോഗത്തിൽ കൂടി ഈ സകള ധ്യാനത്തിൽ കൂടി നിഷ്കള ധ്യാനത്തിലേക്ക് പോകുന്നത്. അതാണ് സമാധ്യാവസ്ഥ. അതാണ് ഇവിടെ പറയുന്നത്. ധ്യായതാം സകളമൂർത്തിം. സകളം എന്ന് വെച്ചാൽ ഈ അവയവഭേദം, ഓരോ അവയവങ്ങളും വെച്ചുള്ള ആ ധ്യാനം ഉണ്ടല്ലോ, ആ സകള മൂർത്തി, അങ്ങനെ കലയോടുകൂടിയിരിക്കുന്ന ആ മൂർത്തിയുടെ ധ്യായതാം ധ്യാനിക്കുന്നവർക്ക് ഉന്മിഷൻ. ഉന്മിഷൻ എന്നിവിടെ അർത്ഥം ഉണ്ടാക്കുന്ന കണ്ണ് ചിമ്മാതിരിക്കുന്ന വെച്ചാൽ പ്രത്യക്ഷമായിരിക്കുന്ന, പ്രത്യക്ഷം, അതാണ് ഇവിടെ പറയുന്ന പ്രത്യക്ഷമായ മധുരത. ആ ധ്യാനത്തിൽ, സകള ധ്യാനത്തിൽ തന്നെ നമുക്ക് ആ മാധുര്യം അനുഭവപ്പെട്ടു തുടങ്ങിയല്ലോ. ആ ഉന്മിഷൻ പ്രകടമായ ആ മധുരത ഹൃദാത്മന. ആത്മനാം മനസ്സ്, ഇവിടെ ആത്മാവെന്ന് വെച്ചാൽ മനസ്സാണ്. മനസ്സിനെ ഹൃദം ആകർഷിക്കപ്പെട്ടു. അന്നേരം ഭഗവാന്റെ ആ സകള ധ്യാനം കൊണ്ട് നമ്മുടെ മനസ്സതിൽ പൂർണ്ണമായിട്ടും ആകർഷിക്കപ്പെട്ടു എന്ന് പറയാണ്. അതായത് സകള ധ്യാനമാണ് ആദ്യം നമ്മൾ ശീലിച്ചത്. അങ്ങനെ ആ ഭഗവാന്റെ ആ സ്ഫുടമായിരിക്കുന്ന ആ രൂപം മനസ്സിൽ ഉറച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഉന്മിഷൻ മധുരതാ ഹൃദാത്മനാം. എന്റെ മനസ്സ് ആ പ്രകടമായ ആ മാധുര്യത്തിൽ ആയി തീർന്നു. അതായത് ഭഗവാനെ അല്ലാതെ പിന്നെ വേറൊരു ചിന്തയും നമുക്കില്ല. അതിൽ തന്നെ പൂർണ്ണമായിട്ടും ആ സകള ധ്യാനത്തിൽ നമ്മൾ മുഴുകി. ഇതാണ് ആദ്യത്തെ 2 വരി. ധ്യായതാം സകളമൂർത്തി. ഈ സകള എന്നും ചിലടത്ത് സകല എന്നും പറയും. രണ്ടും ഒന്ന് തന്നെയല്ല. ലത്വവും ലത്വവും ഒന്ന് തന്നെയായിട്ടല്ലേ പറയുന്ന. ധ്യായതാം സകലമൂർത്തിമീദൃശീം. ഈ ദൃശ്യം എന്ന് വെച്ചാൽ ഇപ്രകാരമുള്ള, നേരത്തെ പറഞ്ഞില്ലേ ആ സകള ധ്യാനം, അങ്ങനെയൊക്കെയുള്ള ഇപ്രകാരമുള്ള
ഉന്മിഷൻ മധുരതാഹൃതാത്മന, പ്രകടമായ ആ മാധുര്യം കൊണ്ട് ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായി. ധ്യാനത്തിൽ പോകുന്നവർക്ക് ഇതെല്ലാം അറിയാം. ഭഗവത് ധ്യാനം നമ്മളൊരു രൂപം ഇങ്ങനെ ധ്യാനിച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു ഭക്തിരസവും അതിൻ്റെ ഒരു ഹൃദയ ദ്രവീകരണവും ഒക്കെ കിട്ടി അതിൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് പറയുന്നത്. ധ്യായതാം സകളമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാഹൃതാത്മനം. ഉന്മിഷൻ എന്ന് വെച്ചാൽ പ്രകടമായ എന്നുള്ള അർത്ഥത്തിലാണ്. കണ്ണിങ്ങനെ തുറന്നിരിക്കുമ്പോഴല്ലേ പ്രകടമാകുന്നത്. ഉന്മിഷൻ സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയിതേ. അങ്ങനെ ആ സകള ധ്യാനം അതിന്റെ ഒരു മൂർധന്യത്തിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സാന്ദ്രമോദരസരൂപം, ആ സച്ചിദാനന്ദ സ്വരൂപം, അതാണ് സാന്ദ്രമോദം. ഇതിനപ്പുറത്ത് വേറൊന്നില്ല. സാന്ദ്രാനന്ദം എന്നാദ്യം പറഞ്ഞില്ലേ? സാന്ദ്രാനന്ദം, ആ ഒരു ബ്രഹ്മരസം. അത് മറ്റേ ആ സകള ധ്യാനത്തിൽ നിന്ന് മാറി സാക്ഷാൽ ബ്രഹ്മരൂപം അങ്ങയുടെ ആ നിഷ്കളമായിരിക്കുന്ന ആ ബ്രഹ്മരൂപം അവഭാസതേന്റെ അന്തരം എന്ന് വെച്ചാൽ ഉള്ളിൽ, അന്തരം അകത്ത്, മനസ്സിലാണ് അത് ധ്യാനിക്കാൻ പറ്റും. അല്ലാതെ നമുക്കത് പ്രത്യക്ഷത്തിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? കണ്ണു തുറന്നാൽ കാണില്ല. ഉന്മിഷൻ എന്ന് പറയുമ്പോൾ അതാണ്. നമ്മൾ കണ്ണു തുറന്നിരുന്നാൽ ഈ നിരാകാര ഭാവം കിട്ടത്തില്ലല്ലോ. അതാണ് അന്തരം, ഉള്ളിൽ അത് തെളിയും. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. കുമാരനാശാൻ പറഞ്ഞതാണ്. ചിന്തയാം മണിമന്ദിരത്തിലാണ് ആ ഭഗവത് രൂപം തെളിയുന്നത്. സാന്ദ്രമോദര സ്വരൂപം, അതായത് അങ്ങനെ പറയാൻ പറ്റൂ. സാന്ദ്രമായ ആ മോദം, ആനന്ദ രസം രൂപം, അങ്ങനെ ആ സ്വരൂപമായിരിക്കുന്ന തേ ബ്രഹ്മരൂപം, സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുകയാണേ. സാന്ദ്രമോദര സ്വരൂപം അന്തരം, ഉള്ളിൽ ബ്രഹ്മരൂപമായി തേ, അങ്ങയുടെ ആ ബ്രഹ്മസ്വരൂപം അത് അവഭാസതേ. അവിടെ മറ്റേ പ്രശ്ലേഷം ഇട്ടിരിക്കുന്നുണ്ട്. അവഭാസത നമ്മൾ ചൊല്ലരുത്, പകുതി ചെല്ലാവൂ, അല്ലെങ്കിൽ വൃത്തം ശരിയാവത്തില്ല. തേ അവഭാസതേ എന്ന് പറയും. പക്ഷെ തിരിക്കുമ്പോ തേ അവഭാസതേ എന്ന് വരും. ധ്യായതാം സകളമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാഹൃതാത്മനാം സാന്ദ്രമോദര സ്വരൂപമാന്തരം ബ്രഹ്മരൂപമയി തേ. തേ ബ്രഹ്മരൂപം അയി, അല്ലയോ ഗുരുവായൂരപ്പ, അവഭാസതേ, പ്രകാശിക്കുന്നു എൻ്റെ അന്തരം, ഉള്ളിൽ തന്നെ. അതായത് സമാധി അവസ്ഥയാണ്. ആ ബ്രഹ്മത്തിൽ നമ്മൾ ആ ലയിക്കാൻ പോവുകയാണ്. മനസ്സ് ബ്രഹ്മത്തിലായി, ആ സാകാര രൂപം വിട്ടിട്ട് ആ നിരാകാര ഭാവത്തിലായി. അന്നേരം മനസ്സിൽ വേറെ പിന്നെ ഒരു സങ്കല്പങ്ങളും ഇല്ലല്ലോ. അതാണ് ഈ യോഗത്തെ പതഞ്ജലി നിർവചിക്കുന്നത് ചിത്തവൃത്തി നിരോധ യോഗ. അതിനുള്ള മാർഗങ്ങളാണ് ഇവിടെ പറയുന്നത്. യോഗം, അഷ്ടാംഗ യോഗം എന്നല്ലേ പറയുന്ന ആ യോഗം, ചിത്തവൃത്തി നിരോധം പെട്ടെന്ന് എളുപ്പമല്ല. മനസ്സിൽ നിന്ന് ഈ വൃത്തികൾ, ചിത്തവൃത്തി എന്ന് വെച്ചാൽ മനസ്സിൽ വരുന്ന സങ്കല്പങ്ങൾ, അതിനെ ഇങ്ങനെ നിരോധിക്കണം. അതിന് ഈ മാർഗങ്ങളേ ഉള്ളൂ. ഈ യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധാന സമാധി. ആ സമാധി വരണമെങ്കിൽ കുറച്ച് പാടാണ്. ഇതാണ് ചിത്തമാം വലിയ വൈരി കീഴമർന്നത്തീർന്ന എവിതന്നെ ഭാഗ്യവാൻ. എന്താ പറയുന്നത്? ചിത്തമാം വലിയ വൈരി, അതിനെ കീഴടക്കാൻ അത്ര എളുപ്പമല്ല. അതിന് ഇതുപോലെയുള്ള അഷ്ടാംഗയോഗമൊക്കെ ശീലിക്കണം. ആ സമാധി അവസ്ഥയിൽ വന്നിട്ട് എന്താണ് ഇനി സംഭവിക്കാൻ പോണത്? സമാധി അവസ്ഥയായി, അതായത് ബ്രഹ്മത്തിൽ ലയിച്ചു മനസ്സ്, വേറെ ഒന്നുമില്ല. ബ്രഹ്മ രൂപമായി മാറി മനസ്സ്. ബ്രഹ്മാകാര വൃത്തി അവിടെ തുടങ്ങി. അതായത് വിഷയാകാര വൃത്തി പോയിട്ട് മനസ്സ് ബ്രഹ്മാകാര വൃത്തിയിലോട്ട് പ്രവേശിച്ചു. ഇനി 7ാമത്തെ ശ്ലോകം. തത്സമാസ്വദന രൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിതാ പുനരധ പരിച്യുതാവ് ആരഭേ മഹിജധാരണാതികം. തത്സമാസ്വദന രൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിതാ പുനരധ പരിച്യുതാവ് ആരഭേ മഹിജധാരണാതികം. തത്സമാസ്വദന രൂപിണീം സ്ഥിതിം, തത്സമാസ്വദന രൂപിണീം സ്ഥിതിം ത്വത്സമാധിം ഐ, ത്വത്സമാധിം മറ്റേ പറഞ്ഞ ത്വത്സമാധി, അതാണിത്. തത്സമാസ്വദന രൂപിണീം സ്ഥിതിം വിശ്വനായക ആശ്രിത പുനഃ അതഃ, പുനഃ അതഃ പരിച്യുതൗ, പരിച്യുതൗ ആരഭേമഹി. 2 വാക്കാത്. പരിച്യുതൗ ആരഭേമഹി. അത് ചേർക്കുമ്പോൾ പരിച്യുതാവാരഭേമഹി, പരിച്യുതൗ ആരഭേമഹി
എന്താണ്? ധാരണാധികം. അന്നേരം ഈ ധ്യാനം ഇങ്ങനെ പിന്നെ എന്താണ് തുടർച്ചയായിട്ട് നിൽക്കുന്നില്ല, അവിഛിന്നം. ഇത് നിൽക്കണ്ടേ? ഭഗവത് രൂപം എപ്പോഴും ഇങ്ങനെ നമ്മുടെ നേരിട്ട് കാണുന്ന കണക്ക് നിൽക്കണം ഗുരുവായൂരപ്പൻ. അത് കിട്ടത്തില്ല, ഇടയ്ക്ക് മുറിഞ്ഞു മുറിഞ്ഞു പോവും. അതാണ് ഇവിടെ പറയുന്നത്. തത്സമാസ്വദന രൂപിണീം സ്ഥിതിയും, അങ്ങയുടെ ഈ ആസ്വാദനമായിരിക്കുന്ന ആ രൂപിണുണ്ടല്ലോ, അത് അസ്ഥിതി ത്വൽസമാധി. അതാണല്ലോ സമാധി എന്ന് പറയുന്നത്, അങ്ങയിലുള്ള സമാധി. അതാണ് ത്വൽസമാധി. അങ്ങയുടെ ആ രൂപത്തിലുള്ള, ആ നിഷ്കള രൂപത്തിലുള്ള ആ സമാധി. തൽസമാസ്വദന രൂപിണി. അങ്ങനെ വരുമ്പോൾ ആനന്ദം ഉണ്ടല്ലോ, സാന്ദ്രമോദരസരൂപം, അത് ആ സ്ഥിതി. വിശ്വനായക, അല്ലയോ വിശ്വത്തിന്റെ നായകനായിട്ടിരിക്കുന്ന ഗുരുവായൂരപ്പ, ആശ്രിത, അങ്ങനെ ഞങ്ങൾ ആശ്രയിച്ചവരായി, പുനരധ പരിച്യുതാവ്. ഇത് നിൽക്കത്തില്ല. ഈ നിഷ്കള ധ്യാനം മനസ്സിൽ നിർത്താൻ പ്രയാസമാണ്. അതാണ് പുനഃ അതഹ എന്ന് വെച്ചാൽ അതിൽ നിന്ന് വീണ്ടും, ഈ ധ്യാനാവസ്ഥയിൽ നിന്ന്, അതഹ എന്ന് വെച്ചാൽ അതിൽ നിന്ന് വീണ്ടും, അതിൽ നിന്ന് പരിച്യുത. പരിച്യുതി എന്ന് വെച്ചാൽ നാശം. അതായത് ഈ ധ്യാനത്തിന് വിഘ്നം വരും, വീണ്ടും അതിനകത്ത് ഓരോ ചിന്തകൾ വരും. അങ്ങനെ ഈ ധ്യാനം വരുമ്പോൾ ചിലർക്ക് അതിന് പറയുന്നതിൽ ലയമുണ്ട്, വിക്ഷേപമുണ്ട്, ആസ്വാദനം എന്നൊക്കെ പറയും. നമ്മൾ ധ്യാനിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം ലയം വരും, ഉറക്കം വരും. അങ്ങനെ ചിലപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോവും. പിന്നെന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണരുമ്പോൾ ഈ പഴയ രൂപങ്ങളൊക്കെ ചിലപ്പം പോയിക്കരിക്കും. അങ്ങനെ അതിനുള്ള തടസ്സങ്ങളാണ്. പിന്നെ ആസ്വദിച്ചിരിക്കും ഇതിന്റെ ആ രൂപത്തെ സാന്ദ്രം മാത്രം. ആ ആസ്വാദനം എന്ന് ഇവിടെ പറയുന്നത് മറ്റേ സാകാര ആ രൂപത്തിലേക്ക് ധ്യാനത്തിൽ അങ്ങ് പോവും. നിഷ്കള രൂപം വിട്ടിട്ട് ആ സാകാര രൂപത്തിലുള്ള രണ്ടും ആസ്വാദനമാ, അതിലോട്ട് അങ്ങോട്ട് പോവും. മനസ്സിന് അത്രയും പിടിച്ചു വെക്കാനുള്ള കഴിവേ ഉള്ളൂ. അങ്ങനെ പരിച്യുതവും അതിൽ നിന്ന് ആ ഒരു ഭ്രംശം സംഭവിക്കും. സമാധി അവസ്ഥയിൽ നിന്ന് ധ്യാനത്തിലേക്ക് പോകും. അതാണ് പറയുന്നത്. ആശ്രിത പുനരധ പരിച്യുതവും ആരഭേ മഹിജധാരണാധികം. അങ്ങനെ ആ പരിച്യുതി വന്നു കഴിഞ്ഞാൽ എന്ത് വേണം? വീണ്ടും വീണ്ടും അത് ആരംഭിക്കണം. ധാരണ തൊട്ട് വീണ്ടും തുടങ്ങണം, വീണ്ടും അത് ഉറപ്പിക്കാൻ ശ്രമിക്കണം. അല്ല എല്ലാം ഇട്ടിട്ട് പോണ്ട, ധാരണ വീണ്ടും തുടങ്ങാം. സകല രൂപത്തിൽ ഭഗവാന്റെ ഓരോ അവയവങ്ങളും അസ്ഫുടമായിരിക്കുന്നത് വിസ്ഫുടമാക്കി എടുത്തെടുത്ത് വീണ്ടും ആ ധ്യാനാവസ്ഥയെ കൊണ്ടുവരണം. അതാണ് ഇവിടെ പറയുന്നത്. ആശ്രിത പുനരധ പരിച്യുതവും. അതഹ, അത് ഈ സമാധ്യാവസ്ഥയിൽ നിന്ന് ഭ്രംശം സംഭവിക്കുമ്പോൾ ആരഭേ മഹി, ആരംഭിച്ചു കൊള്ളാം. ഒരു മുഷിച്ചിനും പാടില്ല. ഇത് കുറച്ച് ക്ലേശകരമല്ലേ? ശുരസ്യധാരാ നിശിതാ ദുരധ്യയ ദുർഗം പദസ്തത് കവയോ വദന്തി എന്ന് ഉപനിഷത്ത് പറയും. ശുരസ്യധാരാ നിശിതാ ദുരധ്യയ. ഒരു വായ്ക്കത്തിയിൽ കൂടി നടക്കുന്ന കണക്കാണ്, കടന്നു പോകാൻ പ്രയാസമാണ് ഇമാതിരിയുള്ള ഈ പ്രക്രിയകൾ. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇത് അഭ്യസിച്ച് ശരിയാക്കി കൊള്ളണം. അതാണ് ആശ്രിത പുനരധ പരിച്യുതവും. അതിൽ നിന്ന് ഭ്രംശം സംഭവിക്കുമ്പോൾ അരഭേ മഹിജധാരണാധികം. ആ ധാരണ തൊട്ട് ഇങ്ങോട്ടുള്ളത് വീണ്ടും ധാരണ എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ. ആ ഭഗവാന്റെ ആ രൂപം മനസ്സിൽ ഉറപ്പിക്കുന്നതാണ് ധാരണ. അത് നിരന്തരമായിട്ട് നിൽക്കുന്നതാണ് ധ്യാനം. ആ ധ്യാനം നല്ല അതിന്റെ പരമകാഷ്ഠയിൽ വരുമ്പോൾ അത് സമാധിയായി മാറും. ആ സാകാര രൂപം മാറിയിട്ട് നിരാകാര രൂപം, എല്ലാം ഖല്ലിതം ബ്രഹ്മ എന്നുള്ള ആ അനുഭവത്തിൽ മനസ്സെത്തും. ഈശാവാസ്യമിതം സർവം. അതൊക്കെയാണ് ആ സമാധ്യവസ്ഥയുടെ ആ ഒരു പ്രത്യേകത. അതിൽ നിന്ന് ചുതി സംഭവിക്കുമ്പോൾ വീണ്ടും സാധകൻ ധാരണ തൊട്ട് ആരംഭിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തൽസമാസ്വദന രൂപിണീം. തൽസമാസ്വദന രൂപിണി നേരത്തെ സമാധ്യത്തെ വന്നല്ലോ. അതാണ് തൽസമാധം എന്ന് വെച്ചാൽ ബ്രഹ്മാസ്വാദനത്തിനുള്ള ആ രൂപം, അതിന്റെ ആ സ്ഥിതി, അതാണ് സമാധി. ത്വൽസമാധി എന്ന് പറയുന്നത്. ത്വൽസമാധി എന്തെന്ന് പറഞ്ഞാൽ തൽസമാസ്വദന രൂപിണീം സ്ഥിതിയും. ആ ബ്രഹ്മാവസ്ഥയിൽ ഭഗവാന്റെ ആ നിഷ്കള രൂപത്തിലുള്ള ആസ്വാദനം, അത് ത്വൽസമാധി. അതാണ് അങ്ങയിലുള്ള സമാധി. ഐ വിശ്വനായക, അല്ലയോ ഗുരുവായൂരപ്പ, ആശ്രിത, അങ്ങനെ ആശ്രയിച്ചവരായിട്ട് ആ സമാധ്യവസ്ഥയിൽ വന്നവരായിട്ട് പുനരധ പരിച്യുതാവ്, അതിൽ നിന്ന് ഭ്രംശം സംഭവിക്കുമ്പോൾ അരഭേ മഹിജധാരണാധികം, ധാരണയൊക്കെ വീണ്ടും തുടങ്ങിക്കൊള്ളാം. തൽസമാസ്വദന രൂപിണീം സ്ഥിതിം ത്വൽസമാധിമയി വിശ്വനായക ആശ്രിത പുനരധ പരിച്യുത അരഭേ മഹിജധാരണാധികം. ഇതൊക്കെ കുറിച്ച് വെച്ചേക്കണേ, സംശയങ്ങൾ ഒട്ടനവധി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഒന്ന് എഴുതി വെച്ചിരുന്ന അവസാനം നമുക്ക് അത് പറയാം. എട്ടാമത്തത് യുദ്ധമഭ്യസന നിർഭരോല്ലസൽ ത്വത്പരാത്മസുഖകൽപ്പിതോത്സവ മുക്തഭക്ത കുലമൗലിതാം ഗതാ സഞ്ചരേമ ശുഖനാരദാദിവൽ.
യുദ്ധമഭ്യസന നിർഭരോല്ലസൽ ത്വത്പരാത്മസുഖകൽപ്പിതോത്സവ മുക്തഭക്ത കുലമൗലിതാം ഗത സഞ്ചരേമ ശുഗനാരദാദിവൽ. യുദ്ധം ഇപ്രകാരം അഭ്യസനം നേരത്തെ പറഞ്ഞല്ലോ, ആ ധാരണ തൊട്ട് ഇങ്ങനെ വീണ്ടും ശ്രമിച്ച് ഇങ്ങനെയുള്ള അഭ്യാസം, അഭ്യാസേനതു കൗന്ദേയ എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറയുന്നതാണ്. ആവർത്തിച്ച് ഇത് ഉറപ്പിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ മനസ്സ് ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം എന്നൊക്കെ അർജുനൻ പറയുമ്പോൾ ഭഗവാൻ പറയുമല്ലോ, അസംശയം മഹാഭാഗോ മനോ ദുർനിഗ്രഹം ചലം. മനസ്സിങ്ങനെ പിടിച്ചടക്കാൻ പ്രയാസവും ചലിക്കുന്നതുമാണ്. അതിനെ പിടിക്കാൻ ഒരേ മാർഗമേ ഉള്ളൂ, അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ജഗർഹ്യതേ ഗീതയിൽ പറയും. അതാണ് ഇവിടെയും ചെയ്യുന്നത്. മനസ്സിങ്ങനെ ചഞ്ചലമായി പോകുമ്പോൾ അഭ്യാസം കൊണ്ട് അതിനെ നിയന്ത്രിച്ച് കൊണ്ടുവരണം. യുദ്ധമ അഭ്യസന ഇപ്രകാരമുള്ള ഈ അഭ്യാസം കൊണ്ട് നിർഭരം എന്ന് വെച്ചാൽ പൂർണ്ണം, നിറഞ്ഞത്, നിർഭര ഉല്ലാസം, സന്തോഷം, ഉല്ലാസം, ആ ഉല്ലസ ത്വത്പരാത്മസുഖം, അങ്ങനെ ആ പൂർണ്ണമായി ഉല്ലസിക്കുന്ന അങ്ങയുടെ ആ പരമാത്മ സുഖം ഉണ്ടല്ലോ, സാന്ദ്രമോദം, അതാണ് യുദ്ധമഭ്യസന നിർഭരോല്ലസൽ ത്വത്പരാത്മസുഖ കൽപ്പിതോത്സവ. അങ്ങനെ അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ട ഉത്സവത്തോടു കൂടിയവരായി മാറും. അതായത് പിന്നെ പൂർണ്ണമായ സമാധ്യാവസ്ഥയിലായി. ഇനി അതിനകത്ത് പരിച്യുതിയില്ല. അതിൻ്റെ ആ ഒരു ഉത്സവ പ്രതീതി ഈ സാധകന് കിട്ടിക്കഴിഞ്ഞു. നിരന്തരമായ പരിശീലനം കൊണ്ട്. കുറച്ച് പ്രയാസമല്ലേ ഈ അഷ്ടാംഗ യോഗത്തിൽ കൂടി ഈ സമാധ്യാവസ്ഥയിലെത്താൻ. ഇത്തമഭ്യസന നിർഭരോല്ലസൽ ത്വത്പരാത്മ അങ്ങാകുന്ന ആ പരമാത്മ സുഖം, ഭഗവാൻ പരമാത്മ സുഖമാണല്ലോ. തന്ത്രാനന്ദാവബോധാത്മകം എന്നവിടെ ആദ്യം പറഞ്ഞതാണ്. അതാണ് ത്വത്പരാത്മ സുഖ കൽപ്പിതോത്സവ. അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ട ഉത്സവത്തോടു കൂടിയവൻ ഈ സാധകൻ. മുക്തഭക്ത കുലമൗലിതാം ഗത. എന്താണ് പറഞ്ഞത്? മുക്തഭക്തകുല മൗലി, അതായത് മുക്തന്മാരായി, ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നതാണത്. ജീവൻ മുക്തൻ ഇവിടെ വെച്ച് തന്നെ ജീവൻ മുക്തിയായി. പിന്നെ ശരീരബന്ധമൊന്നുമില്ല, എല്ലാം ഈശ്വരമയമായി മാറി. അതാണ് മുക്ത ഭക്തകുല മൗലി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ശിരോലങ്കാരം. ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ, ജീവൻ മുക്ത ഭക്തന്മാരുടെ ഒരു ശിരോലങ്കാരം, ഏറ്റവും വലിയ ഒരു പ്രാപ്തി അയാൾക്ക് നേടി എന്ന് പറയുകയാണ്. അതാണ് മുക്ത ഭക്ത കുലമൗലിതാം ഗത. അങ്ങനെ അതിൽ പ്രവേശിച്ചു. ആ ഭക്തന്മാരുടെ ഒരു അഗ്രേസരനായി, അഗ്രഗണ്യനായിട്ട് ഈ സാധകൻ മാറി ഈ അഷ്ടാംഗ യോഗത്തിൽ കൂടി. ആണ് മുക്ത ഭക്ത കുലമൗലിതം ഗത സഞ്ചരേമ ശുഗനാരദാദിവൽ. സഞ്ചരേമ, ഞാനിങ്ങനെ എൻ്റെ ജീവിതയാത്ര തുറന്നു കൊള്ളാം, അല്ലെങ്കിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊള്ളാം. ഈ സമാധ്യാവസ്ഥയിലും ജീവൻ മുക്തനും സഞ്ചരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം എപ്പോഴും ബ്രഹ്മരിയസ്യ ബ്രഹ്മണി രമതേ ചിത്തം, അദ്ദേഹത്തിന് മനസ്സെപ്പോഴും ബ്രഹ്മത്തിൽ തന്നെയാണ്. ശങ്കരാചാര്യ സ്വാമികള് ഭജഗോവിന്ദത്തിൽ പറയുന്നതാണ്, യോഗരതോ വാ ഭോഗരതോ വാ സങ്കരതോ വാ സംഗവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. അവൻ ആനന്ദിക്കുന്നു. അത്രയും വലിയൊരു ആനന്ദം. ആചാര്യസ്വാമികളൊക്കെ അത് അനുഭവത്തിൽ കൂടെ പറയുന്നതായിരിക്കുമല്ലോ. യോഗരതോവ, അവൻ യോഗത്തിലായിക്കൊള്ളട്ടെ, ഭോഗരതോവ, ലൗകിക ഭോഗങ്ങളിലായിക്കൊള്ളട്ടെ, ഏതിലായിക്കൊള്ളാലും യസ്യ ബ്രഹ്മണി രമതേ ചിത്തം, അവന്റെ മനസ്സ് ബ്രഹ്മത്തിലാണെങ്കിൽ അവൻ എപ്പോഴും ആനന്ദം, ദുഃഖാനുഭവന് മാറി. യം ലബ്ധ്വാജാ പരം ലാഭം മന്യതേനധിയം തഥാ. ഭഗവത്ഗീത പറയാണ്, ഏതൊരവസ്ഥയിൽ എത്തിയാൽ പിന്നെ അപരം ലാഭം മന്യതേ, ഇതിനേക്കാൾ അധികമായിട്ടില്ല, വേറൊരു ലാഭം ഇല്ല. അതാണ് എം ലബ്ധ്വാജാ അപരം ലാഭം മന്യതേ നധിയം തഥാ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ. ആ ഒരവസ്ഥയാണ് ഈ സമാധ്യാവസ്ഥ, ജീവൻ മുക്താവസ്ഥ. ഏത് കൊടിയ ദുഃഖം വന്നാലും ആ യോഗിക്ക് ഒരു ചലനവും ഉണ്ടാകില്ല. യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ. ഇതൊക്കെ ഭഗവത്ഗീതയൊക്കെ പറയുന്ന അതേ ഒരു അവസ്ഥയാണ് ഇവിടെ അഷ്ടാംഗ യോഗത്തിൽ കൂടി പതഞ്ജലി ആ സമാധ്യാവസ്ഥയിൽ എത്തിക്കുന്നത്. ഇത്തമഭ്യസന നിർഭരോല്ലസൽ തൊൽപരാത്മ സുഖകൽപ്പിതോത്സവ. വാക്കുകളെ കണ്ടോ, സുഖകൽപ്പിതോത്സവ. ആ യോഗിയുടെ ഒരു അവസ്ഥയാണ്. അദ്ദേഹം ഒരു ഉത്സവ പ്രതീതിയിലായി കഴിഞ്ഞു ഈ ധ്യാനാവസ്ഥ കൊണ്ട്. മുക്തഭക്ത കുലമൗലിതം ഗത.
അങ്ങനെ ആ ഭക്ത ശിരോമണികളുടെ ഏറ്റവും അഗ്രഗണ്യനായിട്ട് മാറി. സഞ്ചരേമ ശുഗനാരദാധിപത്. രണ്ട് ദൃഷ്ടാന്തങ്ങൾ പറയുകയാണ്. നമുക്കറിയാമല്ലോ, ശുഗബ്രഹ്മർഷിയും ശുഗബ്രഹ്മവും നാരദനും ഇവരെപ്പോഴും ആനന്ദത്തിൽ, അവർക്കിടെ ദുഃഖത്തിന്റെ ലാഞ്ചനയുണ്ടോ? ഒരു ഭാവവും അവർക്കില്ല. അവർ ഈ ബ്രഹ്മവുമായ ആ ഭാവത്തിൽ തന്നെ നടക്കുന്നവരാണ്. ശുഗബ്രഹ്മം എന്ന് തന്നെ പറയുന്നത്. അതിലുമായിട്ട് ചേർന്ന് അവർ നടക്കുകയാണ്. അല്ലേ? സുഖം. അതുപോലെ ഞാൻ സഞ്ചരിച്ചു കൊള്ളാം. അതായത് ഈ പട്ടതിരിയുടെ ഒരു ആഗ്രഹമാണ്. ഇത് നമുക്കും പറ്റും. ഈ അഷ്ടാംഗയോഗം അതിൻ്റെതായ രീതിയിൽ കൂടി അനുവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കും എന്താണ് ശുഗനാരദാദിവൽ, ശുഗനാരദാദികളെ പോലെ ഇവിടെ നടക്കാം. ഇതത്ര ഒരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് പ്രായോഗികമാണെന്നുള്ളതാണല്ലോ ഇവരെല്ലാം പറയുന്നത്. കൃഷ്ണൻ തന്നെ ഗീതയെ പറയില്ലേ, ഇഹൈവത്തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മന. അതാണ് ഇഹൈവത്തൈർജിത സർഗോ. ഇവിടെ വെച്ച് തന്നെ ഈ സർഗത്തെ, ഈ സൃഷ്ടി അവൻ ജയിക്കുകയാണ്. അതാണ് ജീവൻ മുക്താവസ്ഥ. ഇഹൈവ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സൃഷ്ടിയെ ജയിക്കാൻ പറ്റും. അതാണ് ഇഹൈവത്തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മന. ഇവിടെ മനസ്സ് സാമ്യാവസ്ഥയിലായി. അതാണ് ഇവിടെ ഈ അഷ്ടാംഗയോഗം കൊണ്ട് ചെയ്യുന്നത്. ആ സങ്കല്പങ്ങളെല്ലാം പ്രത്യാഹാരം നടത്തി ആ ഭഗവന്റെ ചിന്ത മാത്രം ധാരണയാക്കി അത് ബ്രഹ്മാകാര വൃത്തിയിലേക്ക് പോകുമ്പോൾ ഇഹൈവത്തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മന. അതായത് നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിത. ഗീത പറയുന്നതാണ്. ആ നിർദോഷമായ ബ്രഹ്മാവസ്ഥയിൽ അവൻ ആയിക്കഴിഞ്ഞു. അവന്റെ മനസ്സ് സമനിലയിലായി. യാതൊരു വിധമായ വിഷയവൃത്തികളും അവന്റെ മനസ്സിൽ സ്ഥാനമില്ല. ഭഗവത് ചിന്ത മാത്രം. യുദ്ധമഭ്യസന നിർഭരോല്ലസൽ ത്വത്പരാത്മ സുഖകൽപ്പിതോത്സവ. പരമാത്മ സുഖത്തിന്റെ ആ കൽപ്പിതമായ ഉത്സവത്തോടുകൂടി മുക്തഭക്ത കുലമൗലിതം ഗത സഞ്ചരേമ ശുഗനാരദാദിവൽ. 9ാമത്തെ ശ്ലോകം. ഇനി അന്നേരം അത് കഴിഞ്ഞു. ഈ സമാധ്യവസ്ഥ വരെ എത്തി. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നുള്ളതാണ്. അത്ര ആയല്ലോ, ജീവൻ മുക്ത അവസ്ഥയിലായി. ഇനി വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താ ചെയ്യാം എന്ന് പറയുകയാണ്. ത്വൽസമാധി വിജയേ തുയപ്പുന മംഷു മോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷടാശ്രയൈർ ഉന്നയത്യജ സുഷുമ്നയാശനൈ. ത്വൽസമാധി വിജയേ തുയപ്പുന മംഷു മോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷടാശ്രയൈ ഉന്നയത്യജ സുഷുമ്നയാശനൈ. അങ്ങനെ ഈ സമാധി വിജയം എത്തി. അതായത് സമാധിയുടെ ആ വിജയം പൂർണ്ണമായി ഈ അഷ്ടാംഗയോഗ പ്രക്രിയ കൂടി. അതാണ് ത്വൽസമാധി വിജയേ. ത്വൽസമാധി, അങ്ങയിലുള്ള ആ സമാധിയുടെ വിജയം പൂർണ്ണമായപ്പോൾ യതു ആരാകട്ടെ, ഏത് സാധകനാകട്ടെ, അങ്ങയുടെ ഈ സമാധ്യവസ്ഥ, അങ്ങയുടെ ഈ സമാധിയിൽ വിജയം കൈവരിച്ചത് പുനഃ, പിന്നെ അവൻ എന്ത് ചെയ്യണമെന്ന് പറയാണ്. പുനഃ വീണ്ടും, പിന്നീട് മംഷു മോക്ഷരസിക ക്രമേണവ. ഈ സമാധ്യവസ്ഥയിൽ അവൻ എന്റെ ശരീരമെല്ലാം ഉണ്ടല്ലോ, അവൻ ഇവിടുന്ന് മോക്ഷം നേടാം, ശരീരത്യാഗം നടത്താം. അതാണ് മംഷു. മംഷു എന്ന് വെച്ചാൽ പെട്ടെന്ന്, സദ്യ, ഉടനെ തന്നെ വേണമെങ്കിൽ അവന് മോക്ഷപ്രാപ്തിയിലെത്താം. അതായത് ഭഗവാനുമായിട്ടുള്ള നേരിട്ടുള്ള ലയനം. അല്ലെങ്കിൽ മോക്ഷരസിക്രമേണവ, 2 തരത്തിലും ആകാം. ഭഗവാനുമായിട്ടുള്ള സായുജ്യം വേണമല്ലോ. ഇപ്പം ജീവൻ മുക്താവസ്ഥ ഇരിക്കുകയാണ്, ശരീരമെല്ലാം ഇദ്ദേഹത്തിനുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ആ ശരീരം വിട്ടുവിടുന്ന് പോയല്ലേ പറ്റൂ. അതിനുള്ള ഒരു കാര്യം പറയുകയാണ്. മംഷു വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സമാധിയില അവസ്ഥയിലായവർക്ക് ഈ ശരീരം വിട്ടിട്ട് ഭഗവാനുമായിട്ട് ഐക്യം പ്രാപിക്കാം. അതാണ് മംഷു മോക്ഷരസിക. അതായത് മോക്ഷത്തിൽ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പറ്റും. അല്ലെങ്കിൽ ക്രമേണവ, സമാധ്യാവസ്ഥ വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ചെയ്യാം. അല്ലെങ്കിൽ പതുക്ക, അത് രണ്ടുപേരും പറയും എന്താണ് ഈ പതുക്കെ എന്നുള്ളത്. ക്രമേണവ, ക്രമത്തിലും അത് ചെയ്യാം. യോഗവശ്യമനിലം ഷടാശ്രയൈർ ഉന്നയത്യജ സുഷുമ്നയാശനൈ. യോഗവശ്യമനിലം. ഇനിയാണ് നമ്മൾ പറയുന്നത് ഈ കുണ്ടലിനിയുടെ കാര്യം കൂടെ പറയും. കുണ്ടലിനി ഉണ്ടല്ലോ, അതാണ് ഈ അനിലം എന്ന് പറയുന്നത്, പ്രാണവായു. ആ പ്രാണവായു നമ്മൾ ഈ മൂലാധാരം, സ്വാധിഷ്ഠാനം, അങ്ങനെ 6 ചക്രങ്ങളുണ്ട് അല്ലേ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇതാണല്ലോ 6 ചക്രങ്ങള്. അവിടെ കൂടെ ഈ കുണ്ടലിനി ശക്തി കയറിയിട്ട് അങ്ങ് സഹസ്രാര പത്മത്തിൽ വന്ന്
ആണല്ലോ ശിവശക്തി സംയോഗമൊക്കെ പറയുന്നത്. ആ ഒരു പ്രക്രിയ അവിടെ നിന്ന് യോഗവശ്യമനിലം, ഈ അഷ്ടാംഗ യോഗത്തിൽ കൂടി വശീകരിക്കപ്പെട്ട പ്രാണവായുവിനെ, ആ കുണ്ടലി പ്രാണനാണ് പറയുന്നത്, പ്രാണവായുവിനെ ഷഡാശ്രയയിൽ, ഈ പറഞ്ഞ 6 ആധാരം, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ മുതലായ 6 പടിയാറുണ്ടല്ലോ, ഈ 6ൽ കൂടി കടത്തിയിട്ട് ഉന്നയതി, ഉയർത്തിക്കൊണ്ടുവരാം. എന്റെ വിശദാംശങ്ങളൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. അതായത് കുണ്ടലിനി ഈ ഒരു അഷ്ടാംഗ യോഗത്തിന്റെ പരിസമാപ്തിയിലേ അത് സാധ്യമാകൂ. ചിലർക്കൊക്കെ അല്ലാതെ തന്നെ ഈ കുണ്ടലിനി യോഗം സംഭവിക്കുന്നതായിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഈ സമാധ്യാവസ്ഥയിൽ എത്തിയതിനു ശേഷം യോഗവശ്യം അനിലം, അനിലം വായു, ആ അഷ്ടാംഗ യോഗത്തിൽ കൂടി വശീകരിക്കപ്പെട്ട പ്രാണവായുവിനെ ഷഡാശ്രയൈ, ഈ ഷഡാശ്രയം എന്ന് പറയുന്ന 6 ആധാരങ്ങൾ, മൂലാധാരം തൊട്ട് അങ്ങ് സഹസ്രാര പത്മം വരെ എത്തണം. അതായത് ആജ്ഞ, ഭൂമധ്യത്തിലിരിക്കുന്ന ആജ്ഞാചക്രത്തിൽ നിന്ന് പിന്നെ ആ സഹസ്രാര പത്മത്തിലെത്തും. അതാണ് യോഗവശ്യമനിലം ഷഡാശ്രയൈർ ഉന്നയതി, ഉയർത്തുന്നു. അത് ഈ യോഗിക്ക് സാധിക്കും, ഈ സാധകന്. അതായത് സമാധ്യാവസ്ഥയിലിരിക്കുന്ന ഒരു സാധകന് ഈ കുണ്ടലിനി ശക്തി ഉണർത്തി അത് 6 ആധാരങ്ങളിൽ കൂടെയും കടത്തി ആജ്ഞാചക്രത്തിൽ വന്നിട്ട് എന്ത് ചെയ്യും? സുഷുമ്നയാ ശനൈ, പതുക്കെ, ശനി എന്ന് വെച്ചാൽ പതുക്കെ, ഈ സുഷുമ്നയിൽ കൂടിയാണ് ഈ കുണ്ടലിനി കയറുന്നത് അല്ലെ. സുഷുമ്ന ഒരു നാഡിയാണല്ലോ, ആ നാഡിയുടെ അറ്റത്താണ് മൂലാധാരം, അത് വന്നിട്ട് ഭ്രൂമധ്യത്തിലാണ് ആജ്ഞയുള്ളത്. അതുവരെയുള്ള ഈ 6 ആധാരത്തിൽ കൂടി ഈ കുണ്ടലിനി ശക്തിയെ പ്രവേശിക്കുമ്പോൾ പലതരത്തിലുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ. അതാണ് യോഗികൾക്ക് കിട്ടുന്ന ഒരു അവസ്ഥ. ശനൈ, പതുക്കെ പതുക്കെ ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്താമെന്ന് പറയുകയാണ് ഈ ജീവൻ മുക്താവസ്ഥയിൽ നിന്ന്. അതാണ് ഈ ശ്ലോകത്തിന്റെ ത്വൽസമാധി വിജയേതു യപ്പുന, ത്വൽസമാധി വിജയേതു യപ്പുന മങ്ഷു മോക്ഷരസിക ക്രമേണവ. മോക്ഷരസികനായിട്ട്, അത് വേണമെങ്കിൽ ഉടനെ തന്നെ പറ്റും, അല്ലെങ്കിൽ ക്രമത്തിലും ആകാം. യോഗവശ്യം അനിലം, ആ അഷ്ടാംഗ യോഗത്തിൽ കൂടി വശീകരിക്കപ്പെട്ട പ്രാണവായുവിനെ ഷഡാശ്രയ സുഷുമ്നയിൽ, ആ സുഷുമ്നയിൽ കൂടി ഈ 6 ആധാരത്തിൽ, ആധാരവും കൂടെയാണ് ഈ സുഷുമ്ന പോണതേ, അതിനകത്തൂടെയാണ് ഈ കുണ്ടലിനി ശക്തി കയറി പോണത്. അത് ചെയ്തിട്ട് ഉന്നയതി, ഉയർത്തുന്നു. അജ എന്ന് പറഞ്ഞാൽ അല്ലേ ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പന്റെ സംബോധനയാണ് അജൻ. അല്ലയോ ഗുരുവായൂരപ്പ, ഇങ്ങനെയും ആ ജീവൻ മുക്തന് ചെയ്യാം. ആ കുണ്ടലിനി ശക്തിയെ ഉണർത്തി അതിനെ എന്ത് ചെയ്യാം? സുഷുമ്നയിൽ കൂടി ഈ 6 ആധാരങ്ങളിൽ കൂടിയും കടത്തിവിട്ട് അജ്ഞാചക്രം വരെ എത്തിക്കാം. ത്വൽസമാധി വിജയേതു യപ്പുന, യപ്പുന യത്തു, യതു എന്ന് വെച്ചാൽ ആരാകട്ടെ, ഏത് സാധകനാകട്ടെ. ത്വൽസമാധി വിജയേ, അങ്ങയുടെ ഈ സമാധിയിൽ വിജയം നേടിയ ഏതൊരു സാധകനാകട്ടെ, പുനഃ പിന്നീട്, മങ്ഷു ക്രമേണ, ഒന്നിപ്പെട്ടെന്നോ അല്ലെങ്കിൽ പതുക്കെയോ, മോക്ഷരസികനായിട്ട് യോഗവശ്യമനിലം ഷഡാശ്രയൈർ ഉന്നയതി, ഉന്നയതി എന്ന് വെച്ചാൽ ഉയർത്തുന്നു. സുഷുമ്നയ, സുഷുമ്നയിൽ കൂടി ശനൈ, ദുഃഖ കുറുവവധാനം മഹതവധാനം എന്നൊക്കെ ശങ്കരാചാര്യർ പറയുന്നതാണ്. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട പ്രക്രിയയാണേ ഈ കുണ്ടലിനിയൊക്കെ ഉണർത്തുന്ന പ്രക്രിയ അല്ലേ. പ്രാണായാമം, പ്രത്യാഹാരം, വ്യാപ്യ സമേത സമാധി വിധാനം എന്നൊക്കെ പറയും. ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ കൂടി ഗുരുവിന്റെ ഒക്കെ നിർദ്ദേശത്തിൽ കൂടി ചെയ്യേണ്ടതാണ്. മഹതവധാനം, കുറുവവധാനം. ഇതാണ് 9ാമത്തെ ശ്ലോകം. 10ാമത്തത് ലിംഗദേഹമപി സന്ധ്യജന്നതോ ലീയതേ ത്വയി പരനിരാഗ്രഹ ഊർദ്ധലോകുതുകേതുമൂർദ്ധത സാർത്ഥമേവ കരണൈർനിരീയതേ. ഇവിടെയാണ് 2 മാർഗം പറയുന്നത്. ക്രമേണ സദ്യ അല്ലെങ്കിൽ ക്രമേണ പറഞ്ഞല്ലോ. ഇനി സദ്യ പെട്ടെന്ന് തന്നെ ഈ മോക്ഷപ്രാപ്തിയാണ് ആദ്യത്തെ 2 വരി പറയുന്നത്. ലിംഗദേഹമപി സന്ധ്യജന്നതോ, ലിംഗദേഹമപി സന്ധ്യജന്നതോ ലീയതേ ത്വയി പരേ, ത്വയി പരേ ത്വയി, ലീയതേ ത്വയി പരേ നിരാഗ്രഹ. അവൻ ഒരു ആഗ്രഹവും ഇല്ല. അവൻ ആ സുഖത്തിന്റെ സുഖമാത്യന്തികം യത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്ന് ഭഗവത്ഗീത പറയുന്ന സുഖമാത്യന്തികം യത്, ഇതിനപ്പുറത്തിന് വേറൊരു സുഖം അവന് കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് ഇനി എന്താ ആഗ്രഹിക്കാന്? ആ സുഖത്തിന്റെ പരമകാശ വന്നകളാക്കിനി വേറൊരു സുഖം. നമ്മൾ എന്താ ജീവിക്കുന്ന ഒരു സുഖത്തിൽ നിന്ന് വേറൊരു സുഖം വേണം. അതുകൊണ്ടാണല്ലോ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഒരു സുഖത്തിൽ ഒതുങ്ങി നിൽക്കില്ല. ഇതിനെ അപ്പുറത്ത് പോകാൻ സുഖമില്ല. ആ സുഖം കിട്ടിക്കഴിഞ്ഞു. എം ലബ്ധ്വാജ അപരം ലാഭം മന്യതേ നാധികം തഥാ. അതാണ് ഇവിടെ പറയുന്നത് നിരാഗ്രഹ. ഇനി അവനൊരു ആഗ്രഹവുമില്ല. ഇനി ഇതിലപ്പുറത്ത് ഒരു സുഖം ലഭിക്കാനില്ല. ലിംഗദേഹം അഭിസന്ധ്യജൻ, ആ സമയത്താണ് അവൻ എന്ത് ചെയ്യുന്നത്? ലിംഗദേഹം, ലിംഗം എന്ന് വെച്ചാൽ സൂക്ഷ്മദേഹങ്ങളുണ്ട്, സൂക്ഷ്മ ശരീരം.
നമ്മൾ മരിക്കുമ്പം നമുക്ക് സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്. ഈ മനസ്സും അന്ധകരണവും ഒക്കെയാണ് ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നതേ, ഇല്ലേ? ചിത്തം, ബുദ്ധി, അഹങ്കാരം, മനസ്സ്, പിന്നെ ഈ ഇന്ദ്രിയങ്ങള് എടുക്കാം. ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ സൂക്ഷ്മ ശരീരം. ഈ ജീവൻ ഇവിടുന്ന് യാത്രയാകുമ്പോൾ ഈ സൂക്ഷ്മ ശരീരവും കൂടെ കൊണ്ടുപോകും. ഈ സൂക്ഷ്മ ശരീരമാണ് നമ്മളുടെ അടുത്ത ജന്മങ്ങളൊക്കെ, ഈ കർമ്മവാസനകളൊക്കെ അതിലാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്, ഈ സൂക്ഷ്മ ശരീരത്തിൽ. അതൊക്കെ ഭഗവത്ഗീതയിലൊക്കെ നമ്മൾ പഠിക്കുന്നതല്ലേ. ശരീരം യഥവാപ്നോതി യച്ഛാപ്യുക്രാമതീശ്വര എന്ന് പറയും. അതായത് ഏത് ശരീരത്തിൽ നിന്നാണ് ഇത് സൂക്ഷ്മ ശരീരത്തോടുകൂടി ജീവൻ വിട്ടുപോകുന്നത്. വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ എന്നൊക്കെ ഇത് തന്നെ പറയും. അതായത് ഇങ്ങനെ പോകുന്നത് ഒരു ജ്ഞാനിക്ക് കാണാൻ കഴിയും, വിമൂഢന്മാർക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ ഈ സൂക്ഷ്മ ശരീരവുമായിട്ട് ഇറങ്ങിപ്പോകുന്നത്. അതായത് ജീവൻ പോകുമ്പോൾ വായു ഗന്ധാനിവാശയാത്, ഈ സൂക്ഷ്മ ശരീരത്തിന് അങ്ങനെ കൊണ്ടുപോകുന്നത്. കാറ്റ് ഒരു പൂവിൽ നിന്ന് അതിന്റെ സുഗന്ധം കൊണ്ടുപോകുന്ന കണക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ സൂക്ഷ്മ ശരീരത്തെയും കൂടെ വെച്ചുകൊണ്ടു പോകും. അതാണ് നമ്മുടെ ദേഹത്യാഗം. ദേഹത്യാഗത്തിനോടൊപ്പം ജീവൻ വിട്ടുപോണ്ടേ, ഇന്നലെ ഈ സൂക്ഷ്മ ശരീരത്തെയും കൂടെ കൊണ്ടുപോകും. അതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഭഗവാനിൽ ലയിക്കണമെന്നുള്ള ഈ പറഞ്ഞ സമാധ്യാവസ്ഥയിലെത്തിയ സാധകൻ, നമുക്കങ്ങനെ പറ്റില്ല. സമാധ്യാവസ്ഥയിൽ എത്തിയ സാധകന്മാർക്ക് ലിംഗദേഹമഭിസന്ധ്യജൻ, ആ സൂക്ഷ്മ ശരീരം ഇവിടെ വെച്ച് തന്നെ ഉപേക്ഷിക്കാം. പിന്നെ അവരൊരു ജന്മമില്ല. ഈ സൂക്ഷ്മ ശരീരമാണ് പുനർജന്മത്തിന്റെ ഒരു കാരണമായിട്ട് യുക്തിയായിട്ട് പറയുന്നതേ. കാരണം അതിനകത്താണ് ഈ വാസനകളെല്ലാം ഒതുക്കി വെച്ചിരിക്കുന്ന. മനസ്സ്, ചിത്തം, അതിലൊക്കെ ഉണ്ട്. അതും കൂടെ ഈ ജീവൻ കൊണ്ടുപോയിട്ടാണ് വേറൊരു അതിനനുരൂപമായ ഒരു ശരീരത്തിൽ ഇത് പ്രവേശിക്കുന്നതായിട്ടൊക്കെ ആണല്ലോ നമ്മുടെ ഒരു പുനർജന്മത്തിന്റെ ഇത് പറയുന്നത്. ഏതായാലും ലിംഗദേഹമഭി സന്ധ്യജൻ, സന്ധ്യജൻ എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചിട്ട്, അതോ പിന്നീട് ലീയതേ തൊയ് പരേ പരേ തൊയ്, പരമാത്മാവായിരിക്കുന്ന അങ്ങയിൽ, ഗുരുവായൂരപ്പനിൽ ലീയതേ നിരാഗ്രഹം, പിന്നൊരാഗ്രഹം അവനില്ലാത്തവനാം. അവനാഗ്രഹർക്ക് മാത്രം. ആഗ്രഹമുള്ളവൻ ഇനിയും കുറച്ച് പണികൾ ചെയ്യാം. ഒരാഗ്രഹവും തീർന്നവർ, എല്ലാ ആഗ്രഹവും തീർന്നവർക്ക് അങ്ങയിൽ തന്നെ ലയിക്കാം. ഈ സൂക്ഷ്മ ശരീരം ഇവിടെ വെച്ച് തന്നെ ഉപേക്ഷിക്കാം. അതാണ് ലിംഗദേഹമപി സന്ധ്യജന്നതോ, സന്ധ്യജൻ എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചിട്ട്, അതോ പിന്നീട് ലീയതേ തൊയ് പരേ പരേ തൊയ്, പരമാത്മാവായിരിക്കുന്ന അങ്ങയിൽ ലയിക്കാം. നിരാഗ്രഹ, നിരാഗ്രഹികളായിട്ടുള്ളവര്. അല്ലാത്തവരോ ഊർദ്ധലോക കുതുകീത്, ഊർദ്ധലോകങ്ങളുണ്ടല്ലോ ചിലർക്ക്, ഇനിയും എന്തൊക്കെ പരലോകത്തെ പറ്റിയൊക്കെയുള്ള ആഗ്രഹം കാണും. അതാണ് ഊർദ്ധലോകം. അവർക്ക് കുതുകം, താല്പര്യമുള്ളവർക്ക്. അതെല്ലാം സമാധ്യാവസ്ഥയിലുള്ളവർക്കേ പറ്റൂ, നമുക്ക് പറ്റില്ല. ഈ അഷ്ടാംഗ യോഗം ഒക്കെ നടത്തി ആ ഒരു മനസ്സിന്റെ ഒരു ആത്മഭാവം ഉറച്ചവർക്ക് ഈ രണ്ട് പ്രക്രിയകളും പറ്റും. ഒന്നേ അവർക്ക് ഭഗവാനെ നേരിട്ട് ലയിക്കാം, അല്ലെങ്കിൽ എന്താ ചെയ്യാം, ഊർദ്ധലോക കുതുകീത് മൂർധത സാർത്ഥമേവ കരണീർനിരീയതേ. അത് ഇങ്ങനെ വന്ന അജ്ഞാചക്രത്തിൽ വരെ കൊണ്ടുവന്നില്ലേ ആ പ്രാണശക്തി, അത് സൂക്ഷ്മ ശരീരവുമായിട്ട് മൂർധത സാർത്ഥമേവ കരണയിർ, കരണം എന്ന് പറയുന്നത് ഇവിടെ സൂക്ഷ്മ ശരീരം, ആ സൂക്ഷ്മ ശരീരവും കൊണ്ട് നിരീയതേ, പുറത്തേക്ക് പോകുന്നു. അതിനൊന്ന് ചുറ്റിക്കറങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അതായത് സ്വർഗം കുറെ ലോകങ്ങളിൽ പറയും, ആ ലോകങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതും നടക്കും. ചിലർക്ക് അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടല്ലോ, ഒന്ന് ചുറ്റിയടിക്കണമെന്ന്. അല്ലാത്തവർക്ക് നേരിട്ടങ്ങ് പോയി പരബ്രഹ്മത്തിൽ ലയിക്കാം. ആ ഒരു പരിഭാഗം ഈ സമാധ്യാവസ്ഥ കിട്ടിയേക്ക്. അങ്ങനെ ചിലർ അതിൻ്റെ ഒന്നുമില്ല, എനിക്ക് ഇത്രയൊക്കെ മതി എന്നും പറഞ്ഞ് ഭഗവാനില്ലെങ്കിൽ ലയിക്കും, തന്റെ സൂക്ഷ്മ ശരീരം ഉപേക്ഷിക്കും. ചിലർ ഈ സൂക്ഷ്മ ശരീരവുമായിട്ട് ബ്രഹ്മരന്ധ്രത്തിൽ കൂടെ പുറത്തിയാടും. അതാണ് ഇവിടെ മൂർധതഹ എന്ന് പറയുന്നത്. ബ്രഹ്മരന്ധ്രം ഉണ്ടല്ലോ, സഹസ്രാര പത്മത്തിലൊരു ചെറിയ ദ്വാരമുണ്ട്, അതിൽ കൂടെ ഈ പ്രാണനും സൂക്ഷ്മ ശരീരവും കൂടെ പുറത്തോട്ട് പോകും. ഊർദ്ധലോക കുതുകേതു മൂർധത, മൂർധത എന്ന് പറഞ്ഞാൽ മൂർധാവ്, ഇവിടെ ബ്രഹ്മരന്ധ്രം. സാർത്ഥമേവ കരണയിർ, കരണയിർ സാർത്ഥം, ആ കരണം എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരം, അതിനോടുൾപ്പെടെ നിരീയതേ, ഇതാണ് പറയുന്നത്. ഇനി അവരുടെ സഞ്ചാരഗതി അടുത്ത ശ്ലോകത്തിൽ പറയും. ഒരു രണ്ട് പ്രക്രിയകളോടുണ്ട്. ഒന്ന് ഭഗവാനിൽ തന്നെ ഈ സാധകന് ലയിക്കാം, അതല്ലെങ്കിൽ ആ സൂക്ഷ്മ ശരീരവും കൊണ്ട് ഇനി കുറെ ലോകങ്ങളിലൊക്കെ കറങ്ങിയിട്ട് വീണ്ടും ഭഗവാനിൽ ലയിക്കുക. അതാണ് ക്രമേണവാന്ന് നേരത്തെ പറഞ്ഞ രണ്ട് പ്രക്രിയകളുണ്ട്. ലിംഗദേഹമഭിസന്ധ്യജന്നതോ ലീയതേതോ ഈ പരേ നിരാഗ്രഹ, നിരാഗ്രഹ പിന്നൊന്നും ആഗ്രഹമില്ലാത്തവർ. ഊർദ്ധലോക കുതുകി, ഇനിയും ലോകങ്ങൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മൂർധത സാർത്ഥമേവ കരണയീർ നിരീയതേ, മൂർധത, മൂർധത മൂർധാവിൽ കൂടി കരണയീർ സാർത്ഥമേവ നിരീയതേ. ഇതാണ് രണ്ട് മാർഗം പറയുന്നത്.
ലിംഗദേഹമപി സന്ധ്യജന്നതോ ലീയതേതൊയി പരേ നിരാഗ്രഹ ഊർദ്ധലോകുതുകേതുമൂർദ്ധത സാർത്ഥമേവ. സാർത്ഥം എന്ന് വെച്ചാൽ കൂടാ, ഈ കരണൈർ സാർത്ഥം ഏവ ഏവ തന്നെ, അതിന്റെ കൂടെ തന്നെ പുറത്തേക്ക് പോകുന്നു. 11ാമത്തെ ശ്ലോകം. ഇനിയാണ് കറക്കം, പലയിടത്തും കറങ്ങാം. അതിനാണ് അർച്ചിരാദി മാർഗം എന്ന് പറയുന്നത്. ഈ ജ്യോതിർലോകം, നമ്മൾ ഉത്തരായണത്തിന്റെയൊക്കെ ഒരു ധാരണ ഉണ്ടല്ലോ, അതാണ് ഇനി ഇവിടെ പറയുന്നത്. ഉത്തരായണ കാലത്തൊക്കെ ജീവൻ വെടിഞ്ഞ് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ജീവൻ ഇങ്ങനെ നല്ല ലോകത്തൊക്കെ പോകുന്നൊക്കെ ഒരു ധാരണ ഉണ്ടല്ലോ ഉത്തരായണ കാലം. അപ്പൊ നമുക്ക് ഉത്തരായണ ജൂൺ വരെ ഉണ്ട്. അഗ്നിവാസരവളർഷഭക്ഷകൈരുത്തരായണ ജുഷാജ ദൈവതൈ പ്രാവിതോ രവിപദം ഭവത്പരോ മോദവാൻ ദുർവപദാന്തമീയതേ. ആ ചുറ്റിക്കറങ്ങൽ തുടങ്ങുകയാണ്. അങ്ങനെ ആ ദന്ത്രത്തെ കൂടെ പോയി കഴിഞ്ഞ ആ ജീവൻ അഗ്നിവാസരവളർഷഭക്ഷകൈർ ഉത്തരായണ ജുഷാജ ദൈവതൈ പ്രാവിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. ധ്രുവലോകം വരെയൊക്കെ കറങ്ങാം. എന്താണ് അഗ്നിവാസരം? അഗ്നി എന്ന് വെച്ചാൽ ഈ ജ്യോതിർ ദേവതകളാണ്. അഗ്നിദേവത, വാസരം, പകലൊക്കെ നല്ല പ്രകാശമാനമാണ് ഉത്തരായണഗതി എന്ന് പറയുന്നത്. പിന്നെ വളർഷപക്ഷം എന്ന് പറഞ്ഞാൽ, വളർഷം എന്ന് വെച്ചാൽ വെളുപ്പ്, കൃഷ്ണപക്ഷം, ശുക്ലപക്ഷം, അതായത് വെളുത്ത പക്ഷം. ഇതൊക്കെ നല്ല ദേവതമാരുടെ ഓരോ ഇതിനൊക്കെ അധിഷ്ഠാന ദേവതമാരുണ്ട്. അതായത് അഗ്നിക്കൊരു ദേവത, പകലിനൊരു ദേവത, എല്ലാം പ്രകാശവാ. വളർഷപക്ഷം, അതായത് വെളുത്ത പക്ഷം ഉണ്ടല്ലോ, അതാണ് വളർഷം. വളർഷം എന്ന് വെച്ചാൽ വെളുപ്പ്. പക്ഷഗൈർ ഉത്തരായണ ജുഷ, ഉത്തരായനവും അതുപോലെ നല്ല ദേവന്മാരുടെ പകലാണ് ഈ ഉത്തരായണ കാലം. ഇവിടെ എപ്പോഴും പ്രകാശമാണ്. അതിനാണ് അർച്ചിരാദി മാർഗം അതിന് പറയുന്നത്, അർച്ചിസ്. അതിൽ ഉത്തരായണ ജുഷ എന്ന് വെച്ചാൽ അധിഷ്ഠാന ദേവതകളാണ്. ഈ ദേവതമാരൊക്കെ ഈ ജീവനെ കൊണ്ടുപോകുന്ന പറയുന്നത്. ഇതൊക്കെ ഒരു വിശ്വാസം. നമുക്ക് അങ്ങനെ അതിനകത്ത് യുക്തിയൊന്നും നമ്മൾ കൽപ്പിക്കേണ്ട, ഇത് വിശ്വാസമാണ്. അഗ്നിവാസരവളർഷഭക്ഷകൈരുത്തരായണ ജുഷാജ ദൈവതൈ, ഇതിന്റെയൊക്കെ ദേവതമാര്, ഇതൊക്കെ അധിഷ്ഠാനമാക്കിയ ദേവതമാര് എന്ത് ചെയ്യും? പ്രാവിതോ രവിപദം, ഈ ദേവതമാര് ഈ ജീവനെ രവിപദം, സൂര്യലോകത്ത് കൊണ്ടുപോകുമെന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള ലോകങ്ങളുണ്ട്, ആയിരിക്കാം. സൂര്യലോകത്തൊക്കെ എത്തിക്കും. പ്രാവിതോ രവിപദം ഭവത്പരോ, ഇതെല്ലാം ഭവത്പരൻ, അങ്ങേ തന്നെ വിശ്വാസം വേണം, അങ്ങേ തന്നെ താല്പര്യമുള്ളവനായിരിക്കണം. അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പ്രക്രിയകളൊക്കെ ഒന്നും നടക്കില്ല. അതാണ് ഇടയ്ക്കൊക്കെ ഭവത്പരോ, ആ ചിന്ത വിടരുത്. ഭഗവത് ചിന്ത ആ ജീവനിലും സൂക്ഷ്മ ശരീരത്തിലും എല്ലാം ഉണ്ട്. അതാണ് പ്രാപിതോ രവിപദം, ആ സൂര്യ ലോകത്ത് പ്രാപിച്ചിട്ട് മോദവാൻ, വളരെയധികം സുഖിമാനായി ധ്രുവപദാന്തമീയതേ, ധ്രുവലോകം. ഇതൊക്കെ നല്ല ലോകങ്ങളാണ്. അവിടെയൊക്കെ ചെന്നാൽ വലിയ ആനന്ദ ഹേതുവങ്ങളായിട്ടുള്ള വസ്തുക്കളും എല്ലാം ഉണ്ടായിരിക്കാം. അതാണ് ധ്രുവലോകം വരെ ഈ ജീവൻ എത്തും. അതിനുള്ള ഒരു ചോയ്സ് കൊടുത്തിട്ടുണ്ട് ഈ സമാധ്യാവസ്ഥയിൽ എത്തുന്നവർക്ക്. അഗ്നിവാസരവളർഷഭക്ഷകൈർ ഉത്തരായണ ജുഷാജ ദൈവതൈ പ്രാപിതോ രവിപദം, രവി എന്ന് വെച്ചാൽ സൂര്യലോകം, രവി സൂര്യന, പദം ഭവത്പരോ, അങ്ങയിൽ താല്പര്യമുള്ള അങ്ങയുടെ ഭക്തന്മാർ മോദവാൻ, സന്തോഷവാന്മാരായിട്ട് ധ്രുവപദാന്തം ഈയതെ, ഈയതെന്ന് വെച്ചാൽ പ്രാപിക്കുന്നു, ധ്രുവപദം വരെ, ധ്രുവലോകം വരെ അവര് പ്രാപിക്കുന്നു എന്ന് പറയാണ്. ഗീതയൊക്കെ നമ്മൾ ഈ ഭഗവത്ഗീതയിലും ഈ ഉത്തരായണത്തിന്റെ യാത്ര ജീവഗതി പറയുന്നുണ്ടല്ലോ. അഗ്നിർജ്യോതിരഹ ശുക്ല ഷണ്മാസാവുത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിദോ ജന എന്നവിടെ പറയും. അതായത് ബ്രഹ്മവിത്തുകളായിട്ടുള്ള, അതാണ് ഇവിടെ സമാധ്യാവസ്ഥ. ആ ബ്രഹ്മത്തെ അറിഞ്ഞവർക്ക് ഈ മാർഗം 8ാം അധ്യായത്തിൽ പറയും അല്ലെ. എന്താണ് അഗ്നിർജ്യോതിരഹ ശുക്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവിടെയും. ആ ഷണ്മാസ ഉത്തരായണം തത്ര പ്രയാത, ഈ കാലഘട്ടത്തിലൊക്കെ ഇവിടുന്ന് യാത്രയാവുന്നവര് എന്ത് ചെയ്യും? ബ്രഹ്മവിദോ ജന, അവര് കറങ്ങി അവസാനം ബ്രഹ്മത്തിൽ എത്തിച്ചേരുമെന്നാണ് ഗീത പറയുന്നത്. പക്ഷെ ഇവിടെ ഇനിയും ചുറ്റിക്കറങ്ങലുകൾ പലതും പറയും. അഗ്നിവാസരവളർഷഭക്ഷകൈരുത്തരായണ ജുഷാജ ദൈവതൈ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. യതെന്ന് വെച്ചാൽ പ്രവേശിക്കുന്നു, പ്രാപിക്കുന്നു. ആ ധ്രുവപദത്തിന് സമീപം വരെ, ധ്രുവലോകത്തിന്റെ അടുത്ത് വരെ, അതിർത്തി വരെ, ധ്രുവപദാന്തം ഈയതേ. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് കൂടുതൽ ഇതിനകത്ത് വിശദീകരിക്കാനില്ല. ഇനി അടുത്തത് മഹർലോകത്തിലും പോകുമെന്ന് പറയാ. ഈ ധ്രുവപദത്തിൽ നിന്ന് പിന്നെ മഹർലോകത്തിലേക്ക് പോവുകയാണ്. ആസ്തിതോദമഹരാലയേയത ശേഷഭക്ത
ദഹനോഷ്മണാർഭ്യതേ ഈയതേ ഭവതുപാശ്രയത്തദാ വേദസപദമധ പുരൈവ വാ. ആസ്തിതോദമഹരാലയേ യഥാ അധ മഹരാലയേ അസ്ഥിതഃ യഥാ ശേഷവക്ത്ര ദഹനോഷ്മണാർഭ്യതേ. ശേഷവക്ത്ര ദഹന ഉഷ്മണ അർഭ്യതേ. കുറച്ച് വാക്കുകൾ അവിടെ ഉണ്ട്. ശേഷവക്ത്ര ദഹന ഉഷ്മണ അർഭ്യതേ. ഉഷ്മണ അർഭ്യതേ ഈയതേ ഭവതുപാശ്രയത്തദാ വേദസപദം. വേദസപദം അധ പുരൈവ പുരായവ. അതിനു മുമ്പ് തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? ആസ്തിതോദമഹരാലയെ അധ പിന്നീട്, അതായത് ദുർവലോകം എത്തിയതിനു ശേഷം മഹർലോകത്തിലെത്തും. അത് ഒരു ലോകമാ, ഇങ്ങനെയൊക്കെയുള്ള പുണ്യവാന്മാരെത്തുന്ന ലോകമാണ് മഹർലോകം. അവിടെയൊക്കെ എത്തിയിട്ട് യഥാ എപ്പോഴാണോ, അവിടെ ഒരു കുഴപ്പം, കുറെ നാൾ അവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ശേഷവക്ത്ര ദഹനോഷ്മണ അർഭ്യതേ. ആദിശേഷന്റെ ഈ വായിൽ നിന്നുള്ള ആ ഒരു തീജ്വാലകളൊക്കെ അവിടെ വരും. ആ സമയത്ത് കുറച്ച് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഒക്കെ അവിടുന്ന് പോകാം. ഈ ലോകത്തൊക്കെ പലതും ഉണ്ട്. ഇവിടെ ആദിശേഷനെല്ലാം അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഇവിടുന്ന് വക്ത്രത്തിൽ നിന്ന് വരുന്ന ആ ഊഷ്മണം, ചൂട് കൊണ്ട് അർഭ്യതയെ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അത് അസഹനീയമായി വരുമ്പോൾ ഈയതേ ഭവതുപാശ്രയ, വീണ്ടും കണ്ട ഭവതുപാശ്രയ, ഈയതേ പ്രാപിക്കുന്നു, തഥാ അപ്പോൾ, യഥാ തഥാ എപ്പോഴാണോ ഈ ആദിശേഷന്റെ ആ ചൂടുറ്റ വാതകം വന്ന് തന്റെ ശരീരത്തിൽ അടിക്കുന്നത്, ആ സമയത്ത് ഈയതേ വേദസപദം. വേദ എന്ന് പറയുന്നത് ബ്രഹ്മാവ്, ബ്രഹ്മലോകത്തെത്തിക്കഴിഞ്ഞു, അവിടുന്ന് രക്ഷപ്പെടാം ആ സമയത്ത്. അല്ലെങ്കിൽ പുരൈവവ, അതിന് മേളിൽ കുറച്ചു നേരം ഈ മഹർലോകത്ത് ഇരുന്നിട്ട് മതിയാന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിനും സ്വാതന്ത്ര്യമുണ്ട് അവിടെ. അതായത് വളരെ സ്വാതന്ത്ര്യമുള്ള ഈ സമാധ്യാവസ്ഥ എത്തിയവരുടെ ഒരു കാര്യം പറയാണ്. അവർക്ക് ഇതുപോലെ ചുറ്റി കറങ്ങിയിട്ട് ചിലർ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു പോരുമല്ലോ, ഇനി വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മതിയാക്കുക. അതാണ് ഇവിടെ പുരൈവവ. ബ്രഹ്മലോകത്തിലേക്ക് ഈ ആദിശേഷന്റെ പീഡനം എത്തുന്നതിന് മുമ്പേ തന്നെ അവർക്ക് പോകാം. അത് അവരുടെ ഒരു ചോയ്സ് ആയിട്ടാണ് പറയുന്നത്. ആസ്തിതോദമഹരാലയേ യഥ ആസ്തിതഃ അധ. അതെന്ന് വെച്ചാൽ പിന്നീട്, അതായത് ഈ ദുർവലോകം കഴിഞ്ഞിട്ട് മഹരാലയേ ആസ്തിതഃ, ആ മഹരാലയത്തിൽ മഹർലോകത്തിൽ സ്ഥിതി ചെയ്തിട്ട് എപ്പോഴാണോ യഥാ ശേഷവക്ത്ര ദഹനൻ എന്ന് വെച്ചാൽ അഗ്നി, വക്ത്രം വായ്, ആ ശേഷൻ ആദിശേഷന്റെ ആ വദനത്തിൽ വരുന്ന ദഹനൻ അഗ്നിയിൽ ഊഷ്മണ, അതിന്റെ ചൂട്, ഊഷ്മാവ് ചൂട്, അർഭ്യതേ, അർഭ്യതേ എന്ന വാക്ക്, അതായത് പീഡിപ്പിക്കപ്പെടുമ്പോൾ, അതുകൊണ്ട് ദുസ്സഹമാകുമ്പോൾ ഈയതേ ഭവതുപാശ്രയ, അങ്ങയുടെ ഭക്തന്മാര് ഈയതേ തഥാ വേദസപദം, ബ്രഹ്മലോകം വരെ പോകും, സത്യലോകം അവിടം വരെ എത്താ ഈ ജീവന്, ഈ സമാധ്യാവസ്ഥ അവരുടെ ഒരു ചോയ്സ് ആണത്. ഒന്നേ നേരെ അങ്ങ് ബ്രഹ്മത്തിൽ പോയി ലയിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ബ്രഹ്മലോകം വരെ കറങ്ങാം, അല്ലെങ്കിൽ പുരൈവവ എന്നുവെച്ചാൽ ഈ ആദിശേഷന്റെ ചൂട് ഏൽക്കുന്നതിന് മുമ്പേ തന്നെ, അതിന് മുമ്പ് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് ആ സത്യലോകത്തെത്താം എന്നാണ് പറയുന്നത്. 12 നമുക്ക് 3 ശ്ലോകങ്ങൾ കൂടെ ഉണ്ട്, 3 ശ്ലോകമുണ്ട്. നമുക്കിനി അത് നിർത്തിയിട്ട് കുറച്ച് സംശയം, 8:45 അതായത് മറ്റേ തീർത്താൽ സമയം തീരും. ഏത് വേണം ഇനി തുറക്കാം? ഹലോ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ. എടുക്കട്ടെ. ഓക്കെ മ്യൂട്ട് ചെയ്ത് തത്രവാതവപദേതവാവസൻ പ്രാകൃത പ്രളയേതി മുക്തതാം സ്വേച്ഛയാകലു പൗരാവിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോചസ. തത്രവാ തവപദേതവാവസൻ പ്രാകൃത പ്രളയേതി മുക്തതം സ്വേച്ഛയാകലു പുരാവിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോചസ. ഇനി സത്യലോകത്തിൽ എന്നല്ലോ, സത്യലോകവും പിന്നെ വൈകുണ്ഠമൊക്കെ അടുത്തടുത്ത് തന്നെയാണേ. അതാണ് ഈ പറയുന്ന തത്രവ. തത്ര എന്ന് വെച്ചാൽ അവിടെ, അവിടെയോ തവപദേ അങ്ങയുടെ പദം, അത് വൈകുണ്ഠം. ഇവിടെ ഗുരുവായൂരപ്പന്റെ പദം വൈകുണ്ഠാണല്ലോ. അഥവാ വസൻ, ഈ രണ്ടിടത്തും ഇങ്ങനെ താമസിച്ചിട്ട് ഒന്നീ സത്യലോകത്ത് പോയി താമസിക്കാം, കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ വൈകുണ്ഠത്തിൽ പോയി താമസിക്കാം. അതാണ് തത്രവാ തവപദേ. തവപദം വെച്ചാൽ അങ്ങയുടെ പദം, ഗുരുവായൂരപ്പന്റെ പദം. അഥവാ വസൻ, വസിച്ചിട്ട് പ്രാകൃത പ്രളയേതി മുക്തതാം, കുറെ നാളൊരു പ്രളയം എന്ന് പറയുന്നത് പ്രാകൃത പ്രളയമാണ് പറയുന്നത് അല്ലേ.
നിത്യപ്രളയമുണ്ട്, നൈമിത്തിക പ്രളയമുണ്ട്, പ്രാകൃത പ്രളയമുണ്ട്, പിന്നെ ആത്യന്തിക പ്രളയം. അതായത് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നതും നിത്യപ്രളയവും ഇങ്ങനെ ബ്രഹ്മാവിന്റെ പകലൊക്കെ നമുക്ക് എണ്ണാൻ പറ്റാത്ത വർഷങ്ങളാണേ. അത് കഴിഞ്ഞ് പ്രാകൃത പ്രളയം എല്ലാം പോയി ലയിക്കും. വൈകുണ്ഠവും സത്യലോകവും എല്ലാം പോകുന്ന ആ ഒരു പ്രളയം വരെ ഈ ജീവന് ജീവിച്ചിരിക്കാം. ഇവിടത്തേക്ക് സുഖം അറിയത്തില്ലേ? വൈകുണ്ഠപ്രാപ്തി ഇതുമായിട്ട് ലയം വന്നിട്ടില്ല. അവിടൊക്കെയുള്ള സുഖാഭോഗങ്ങളെല്ലാം വേണമെങ്കിൽ അനുഭവിക്കാം. വൈകുണ്ഠം അതാണ് പറയുന്നത്. അത് പ്രാകൃത പ്രളയം വരെ മൊത്തം നശിക്കുന്നിടം വരെ ഈ ജീവന്റെ സ്വാതന്ത്ര്യം. ഈ അഷ്ടാംഗയോഗം പഠിച്ചു കഴിഞ്ഞാലുള്ള അല്ലെ ശീലിച്ചാലുള്ള ഗുണം പറയുന്നുണ്ടില്ലേ? വൈകുണ്ഠത്തിൽ തന്നെ പോയി മഹാവിഷ്ണുവിന്റെ ഭാഷിതന്മാരായിട്ട് നിന്ന് അവിടുത്തെ സുഖഭോഗങ്ങളെല്ലാം പ്രളയം വരെ നമുക്ക് അനുഭവിക്കാം. തത്ര എന്ന് വെച്ചാൽ അവിടെ സത്യലോകം, തത്രവാ തവപദേ അല്ലെങ്കിൽ അങ്ങയുടെ പദം വൈകുണ്ഠത്തിലോ വസൻ പ്രാകൃത പ്രളയ ഏതി എത്തിയിട്ട്, ആ പ്രാകൃത പ്രളയം എത്തുമ്പോൾ പിന്നെ ജീവൻ ഇല്ല അവിടെ. പിന്നെ ജീവൻ ആത്മാവെല്ലാം ലയിക്കും. അതുവരെ മുക്ത. അത് കഴിഞ്ഞ് നീ മുക്തിയാവും. പിന്നെ തിരിച്ചു വരവില്ല. ഈ ജീവന് പിന്നെ പുനരാവൃത്തിയില്ല. പ്രാകൃത പ്രളയം വരെ ലയിച്ചിട്ട് ഭഗവാനിൽ ലയിക്കാം. സ്വേച്ഛയാകലു പുരാവിമുച്യതേ. അവിടെ വീണ്ടും ചോയ്സ് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുണ്ട്. ഇപ്പം വൈകുണ്ഠത്തിലും ഏക തൃപ്തി വരുന്നില്ല. ബ്രഹ്മത്തിന്റെ ആസ്വാദനം കഴിഞ്ഞാളല്ലേ. അതുകൊണ്ട് അവിടെയും തൃപ്തി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? സ്വേച്ഛയാ, സ്വന്തം ഇഷ്ടപ്രകാരം പുരാവിമുച്യതേ, ആ വൈകുണ്ഠലോകത്തിൽ നിന്നും മോചിതനായിട്ട് സംവിഭിദ്യ ജഗദണ്ഡമോചസ. അതൊരു പ്രത്യേക. നീ അടുത്ത ശ്ലോകത്തിൽ എങ്ങനെയാണ് പറയും? ഈ ബ്രഹ്മാണ്ടം അവൻ ഭേദിക്കും. ഇതെല്ലാം നടക്കുന്നത് ബ്രഹ്മാണ്ടത്തിലാണല്ലോ. എവിടെ പോയാലും ബ്രഹ്മാണ്ടത്തിനെ വിട്ടൊരു പോക്കില്ലല്ലോ. ഈ ബ്രഹ്മാണ്ടത്തെ വിഭജിച്ചിട്ട് അവന് മോചിതമാകാമെന്ന് പറയണം. ആ പ്രക്രിയ അടുത്ത ശ്ലോകത്തിൽ പറയും എങ്ങനെയാണ് ബ്രഹ്മാണ്ടത്തെ പൊട്ടിക്കുന്നതെന്ന്. അതാണ് പറയുന്നത് സംവിഭിദ്യ. അതിനെ ഇങ്ങനെ വിഭജിച്ചിട്ട് ജഗദണ്ഡം, ബ്രഹ്മാണ്ടം, ഓജസ. ഓജസ് എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ആ ശക്തി അപ്പോഴും ഉണ്ട്. ഭഗവാൻ ഈ അഷ്ടാംഗയോഗം സ്വീകരിച്ചതിന്റെ ആ ഓജസ് ശക്തി കൊണ്ട് അവന് ബ്രഹ്മാണ്ടത്തെ വരെ ഭേദിക്കാനുള്ള കഴിവ് കിട്ടും എന്ന് പറയുകയാണ്. ആ ജീവാത്മാവിന്റെ ആ പ്രയാണം കണ്ടില്ലേ? തത്രവാ തവപദേ ദവാവസൻ, തത്രവാ തവപദേ ദവാവസൻ പ്രാകൃത പ്രളയ. ആ പ്രാകൃത പ്രളയം എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രളയമാണ്. ആത്യന്ത്യ പ്രളയം പിന്നുള്ളു. അതുവരെ ജീവിച്ചിട്ട് ഏതി എത്തിയിട്ട് മുക്തതാം. പിന്നെ അവന് മുക്തി നേടാൻ സ്വാഭാവികമായിട്ട് നടക്കും. അല്ലെങ്കിൽ സ്വേച്ഛയാ, ഇനി എനിക്ക് മതിയായി, ഇത്രയൊക്കെ മതി വൈകുണ്ഠ സുഖവും. സ്വേച്ഛയാ ഖലു പുരാവിമുച്യത. അതിനു മുമ്പ് തന്നെ മോചിക്കപ്പെടാം. അവിടെ നിന്നും രക്ഷപ്പെട്ടു. എങ്ങനെയാ? സംവിഭിദ്യ ജഗദണ്ഡമോജസ. തന്റെ ശക്തി കൊണ്ട് ഈ ജഗദണ്ഡത്തെ വിഭജിച്ചിട്ട്. അതാണ് ഈ ശ്ലോകം. കൂടുതൽ ഇത് മനസ്സിലാക്കാനല്ല, ചൊല്ലാൻ പഠിക്കാൻ മതി. തത്രവാതവപദേദവാവസൻ പ്രാകൃത പ്രളയേതി മുക്തതാം സ്വേച്ഛയാകലു പുരാവിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസ. ഓജസ് കൊണ്ട് സംവിഭിദ്യ, ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചിട്ട് സ്വേച്ഛയാ, ഇഷ്ടാനുസരണം. 14-ാമത്തെ ശ്ലോകം. തസ്യ ജക്ഷിതി പയോ മഹോനിലബ്ധ്യോ മഹൽ പ്രകൃതി സപ്തകാവൃതി തത്തദാത്മഗതയാ വിശൻ സുഖി യാതി ദേവതമനാവൃതം വിഭോ. തസ്യ ജക്ഷിതി പയോ മഹോനില വ്യോമഹൽ പ്രകൃതി സപ്തകാവൃതി തത്തദാത്മഗതയാ വിശൻ സുഖി യാതി ദേവതമനാവൃതം വിഭോ. ഇനി എന്താണ് പറയുന്നത്? ആ ബ്രഹ്മാണ്ടത്തെ എങ്ങനെയാണ് ഭേദിക്കുന്നതെന്ന് പറയാണ്. ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് 7 ആവരണങ്ങളോട് കൂടിയതാണ്. ഈ 7 ആവരണങ്ങളിൽ കൂടി ഈ ജീവൻ തത്തദാത്മകതയാ വിശൻ, അതിൽ ഓരോന്നിന്റെയും ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ കയറി കയറി വരും. എവിടുന്നാ തുടങ്ങുന്നത്? ക്ഷിതി, ഭൂമി, പഞ്ചഭൂതങ്ങൾ ആദ്യം പറയാണ്. തസ്യജ, തസ്യ എന്ന് വെച്ചാൽ ബ്രഹ്മാണ്ടത്തിന്റെ, നേരത്തെ പറഞ്ഞ ബ്രഹ്മാണ്ടം ഉണ്ടല്ലോ, ആ ബ്രഹ്മാണ്ടം എങ്ങനെയുള്ള 7 ആകൃതി ആവരണങ്ങളാണ് പറയുന്നത്. 7 ആവരണങ്ങളോടുകൂടിയ ആ ബ്രഹ്മാണ്ടത്തിന്റെ ആവരണം ഏതാണ്? ക്ഷിതി ഭൂമി, പയസ് വെള്ളം, എന്താണ് ക്ഷിതി പയോ മഹസ്, മഹസ് അഗ്നി, മഹസ് അനിലൻ വായു, ദ്യോ ആകാശം, പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളാണ് ഈ 7 ആവരണങ്ങളിൽ 5 എണ്ണം. ഇതിൽ അതാത് രീതിയിൽ കടന്നു വരുന്ന ആ സൂക്ഷ്മഭാവത്തിലാ. ഭൂമിയാണ് ഏറ്റവും കട്ടി. അത് കഴിഞ്ഞ് കുറഞ്ഞ് ജീവന്റെ ആ ഭാവം കുറഞ്ഞു വരും. അതാണ് ഈ കാണിക്കുന്നത്. ക്ഷിതി വെള്ളം, പിന്നെ അഗ്നി, അത് കഴിഞ്ഞ് വായു, പിന്നെ ആകാശം. അങ്ങനെ കയറിയിട്ട് പിന്നെ മഹതാണ് മഹത്തത്വം. മഹത്തത്വം എന്ന് പറയുന്നത് സാത്വിക പ്രാണനാണ്. പ്രാണൻ എന്ന് വെച്ചാൽ എനർജി. ആദ്യം ഈ സൃഷ്ടിയുടെ തുടക്കമാണ്. അതിലോട്ട് തിരിച്ചു പോവുക.
ആ പ്രാണനായിട്ട് ആ സ്ഥൂലത്തിൽ നിന്ന് ഇവൻ പതുക്കെ പതുക്കെ ആ സൂക്ഷ്മഭാവത്തിലെ സ്ഥൂല ശരീരവും ഇതിൽ നിന്നൊക്കെ ഉണ്ടായി വന്നിരിക്കുന്നതേ. അങ്ങനെ ആ ഉണ്ടായ ആ സോഴ്സിലേക്ക് കറങ്ങി പോവാണ്. അതാണ് ഭൂമി തൊട്ട് ഇങ്ങ് പ്രാണൻ വരെ വന്ന്. പിന്നെ പ്രകൃതി എന്ന് വെച്ചാൽ മായ എന്നാണല്ലോ ഇതെല്ലാം തുടങ്ങിയത്. പ്രകൃതി പ്രധാനം. അതാണ് അവസാനം ചെന്ന് ആ മായയിൽ ഇയാൾ പ്രവേശിക്കും, ഈ ജീവാത്മാവ്. ഇതൊരു ശാസ്ത്രീയമായിട്ട് പറയുന്നത് നോക്കിയേ. തസ്യ ജക്ഷിതി പയോമഹോനിലദ്യോമഹൽ പ്രകൃതി സപ്തകം 7. ഇപ്പൊ 7 ഉണ്ട് ഇത്, ഇല്ലേ? പഞ്ചഭൂതങ്ങൾ 7, പിന്നെ മഹത്തത്വം, അത് കഴിഞ്ഞ് പ്രകൃതി. അങ്ങനെ 7 ഭാവങ്ങളിൽ കൂടി ഇയാൾ കടന്നു പോവും, ഈ സൂക്ഷ്മ ശരീരവും ജീവനും. എന്നിട്ട് തത്താത്മകതയാ വിശൻ, ഇതിൽ ഓരോന്നിലും അതാതിന്റെ ഭാവത്തിൽ പ്രവേശിക്കണം. ഭൂമിയുടെ തത്വത്തിൽ പ്രവേശിച്ചു, അത് കഴിഞ്ഞ് ജലതത്വത്തിൽ പ്രവേശിച്ചു, അങ്ങനെ കുറഞ്ഞു വന്ന അവസാനം ഈ മായാതത്വത്തിലും കൂടെ പ്രവേശിച്ചിട്ട്, അതാണ് തത്തദാത്മകതയാന്ന് പറയുന്നത്. ആ വാക്ക് ശ്രദ്ധിക്കണം, തത്തദാത്മകത. ഓരോന്നിന്റെയും ആ സ്വരൂപത്തിലേക്ക് ഈ ജീവൻ പ്രവേശിച്ചിട്ട്, വിശൻ എന്ന് വെച്ചാൽ പ്രവേശിച്ചിട്ട്, സുഖി, ഇതൊന്നും വലിയ പാടില്ല, വളരെ സുഖിമാനായിട്ടാണ് ഈ പ്രവേശിക്കുന്നത്, അല്ലാതെ വലിയ പ്രയാസങ്ങളൊന്നും അയാൾക്ക് ഇല്ല. യാതിതേ പദം, ഇതെല്ലാം കഴിഞ്ഞു പിന്നെ മായയും കൂടെ കഴിഞ്ഞാൽ പിന്നെന്താണ്? ഭഗവാനിൽ തന്നെ കയറാം. മമ മായാ ദുരത്യാന്ന് ഭഗവാൻ പറയുന്നില്ലേ? എന്റെ മായ കടക്കാൻ പ്രയാസമാ, ഇവിടെ മായ വരെ എത്തി, അല്ലേ? മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിരേ എന്നവിടെ പറയുന്നില്ലേ ഗീത? അങ്ങനെ ആ മായയും കടന്ന് എന്ത് ഇയാൾ ചെയ്യും? യാതിതേ പദം, അനാവൃതം, ആ തുറന്നിരിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തിലേക്ക് ഈ ജീവൻ പ്രവേശിക്കും. മനോഹരമായ ശ്ലോകങ്ങളാണ്, ഇത് വായിച്ച് പഠിക്കണം. തസ്യ ജക്ഷിതി വയോമഹോനില വ്യോമഹൽ പ്രകൃതി സപ്തകാവൃതി, ആവൃതി വെച്ചാൽ ആവരണം. തത്തദാത്മകതയാ വിശൻ, ഓരോന്നിന്റെ ഭാവത്തിൽ പ്രവേശിച്ചിട്ട്, ഭൂമി തൊട്ടുള്ള ഓരോന്നിലും കയറി പ്രവേശിച്ചിട്ട് സുഖിയായി. യാതി, ആദി എന്ന് വെച്ചാൽ പോകുന്നു. തേ പദം, അങ്ങയുടെ പദത്തിലേക്ക്. എന്ന് വെച്ചാൽ അങ്ങയുടെ പദം എന്ന് പറയുന്നത് അങ്ങയുടെ ശരീര രൂപം. പിന്നെ ഇതായി സായുജ്യം, അത് പിന്നെ വേറൊന്നില്ല, ലോകങ്ങളെല്ലാം വിട്ട്. അതാണ് യാതി തേ പദം. പദം ഭഗവാന്റെ ആ ശരീരഭാഗമാണല്ലോ പദം. അനാവൃതം, അങ്ങനെ ആ തുറന്നു കിട്ടുന്ന അതിലേക്ക് പ്രവേശിക്കും. തസ്യ ജക്ഷിതി പയോമഹോനിലദ്യോമഹൽ പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതിതേ പദമനാവൃതം വിഭോ. ഇനി 15ാമത്തെ ശ്ലോകം. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗൽപതേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗൽപതേ. അല്ലയോ ജഗത്പതി, ജഗത്തിന്റെ പതിയായിരിക്കുന്ന ഗുരുവായൂരപ്പ, അർച്ചിരാദിഗതി, നേരത്തെ പറഞ്ഞല്ലോ അഗ്നിവാസര വളർഷ. അർച്ചിസ് എന്ന് വെച്ചാൽ അഗ്നി. അങ്ങനെ ഈ ആദ്യം പോയ അതുണ്ടല്ലോ, ആ മാർഗമാണ് ഈ പറയുന്നത്. ഗീതയിൽ നമ്മൾ കേട്ട ആ ശ്ലോകവും എല്ലാം കൂടെ ചേർത്ത അർച്ചിരാദിഗതി, ഈ അഗ്നിമാർഗത്തിൽ കൂടി, അഗ്നി തുടങ്ങിയ മാർഗത്തിൽ കൂടി ഈ ദൃശീം വ്രജൻ സഞ്ചരിക്കുന്നവൻ, വ്രജൻ എന്ന് വെച്ചാൽ സഞ്ചരിക്കുന്നവൻ, വിച്യുതിം ന ഭജതേ, ഒരിക്കലും അവന് തിരിച്ചു വരവില്ല. അവൻ എങ്ങനായാലും ബ്രഹ്മത്തിൽ എത്തിച്ചേർന്നു, അല്ലേ? യം ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്ന് ഗീത പറയുമല്ലോ. എന്റെ പരമത്തിൽ അവൻ എത്തിക്കഴിഞ്ഞു, പിന്നെ തിരിച്ചു വരവില്ല. യം ഗത്വാ ന നിവർത്തന്തേ, എവിടെ എത്തിയാൽ പിന്നെ നിവൃത്തി മാർഗം ഇല്ലയോ, അതായത് തിരിച്ചു ഭൂമി വരണ്ട. വേറൊരു മാർഗമുണ്ട്, ധൂമമാർഗം പറയും, ഗീതയിലൊക്കെ പറയുമല്ലോ. അതിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണം, ചന്ദ്രമാസം വരെ പോയിട്ട് തിരിച്ചു വരുന്നതായിട്ട് അവിടെ പറയും. ഈ ഗതിക്ക് ഈ അർച്ചിരാദി മാർഗത്തിൽ പോയാൽ പിന്നെ അവൻ എന്ത് സംഭവിക്കില്ല? വിച്യുതി, നാശം, വീണ്ടും ഒരു വരവ് അവന് സംഭവിക്കില്ല. ഈ മാർഗത്തിന് ന ഭജതേ, സംഭവിക്കില്ല. ജഗത്പദേ സച്ചിദാത്മക, അല്ലയോ സച്ചിദാത്മക, സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ, ഭവദ്ഗുണോദയാൻ, അങ്ങയുടെ ഈ ഗുണമാഹാത്മ്യങ്ങളൊക്കെ പറയുന്ന ആ ഉച്ചരന്തം, ഉച്ചരിക്കുന്ന പറയുന്ന അനിലേശ മാം, എന്നെ അനിലേശ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. മാം ഉച്ചരന്തം, ഇങ്ങനൊക്കെ ഉച്ചരിക്കുന്ന അങ്ങയെപ്പറ്റി, അങ്ങയുടെ ഗുണോദയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ രക്ഷിക്കണേ ഭഗവാനെ. ഇതെല്ലാം ചൊല്ലുന്ന നമ്മുടെ പ്രാർത്ഥനയായത്. ഈ ഭഗവാന്റെ ഗുണഗണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കണേ. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്യുതീം ന ഭജതേ ജഗൽപതേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തം അനിലേശ പാഹി മാം. പാഹി മാം, മാം പാഹി, എന്നെ രക്ഷിച്ചാലും. പിന്നെ കുറച്ച് സമയമുണ്ട്, എളുപ്പമാവട്ടെ.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം.